ഹലോ ഗൈസ്, ഇച്ചയും കൊച്ചിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സീസണാണ് ഇന്ന് 27 ഡിസംബർ. ഇപ്പോഴും ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റ്സുകളും പിന്നെ ആരവങ്ങളും ഒക്കെ ആയിട്ട് ചുറ്റും ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. ഞങ്ങൾക്കൊരു ഇച്ചിരി കുറവുള്ള ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്കൊരു സാഡ്, വളരെ വിഷമമുള്ള ഒരു സംഭവം. അത് ഫിക്സ് ചെയ്തിട്ടും ഇപ്പോഴും സങ്കടമാണ്. സംഭവം പോലീസ് കേസാണ്. അപ്പോൾ ഇത് വായിക്കാൻ പറ്റുന്നത് ഞങ്ങൾ പറയാം എന്താണെന്നുള്ള സംഭവം പറയാം. പക്ഷേ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു മോഷണമാണ്. നമ്മുടെ കാർ തകർത്ത് ആൾക്കാർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. കുറച്ചേറെ നഷ്ടങ്ങളുണ്ടായി. ഇത്രയും വർഷം ഇംഗ്ലണ്ടിൽ ജീവിച്ചിട്ടും വേറെ പലതരത്തിലുള്ള മോഷണ ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇതല്പം ഓവറായിപ്പോയി. അല്പമേറെ നഷ്ടമുണ്ടായ കുറച്ചേറെ ലക്ഷങ്ങളുടെ സാധനം നഷ്ടപ്പെട്ട ഒരു സംഭവം. അപ്പോൾ നിങ്ങളോടത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ്, നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് കാറ് മോഷണം പോയി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പായിട്ട്. അതൊരു പാനിക് സിറ്റുവേഷൻ ആണ്. നമ്മൾ പാനിക്കാതിരിക്കണമെങ്കിൽ അത്രയധികം മനസ്ഥാന്നിധ്യം വേണം. അപ്പം 1 by 1 ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ലണ്ടനിലെ രാത്രി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസാണ്. അല്ല, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു ആ വീഡിയോസ് എടുക്കാൻ വേണ്ടി. ഞങ്ങൾ കുറച്ച് ലക്ഷങ്ങൾ മുടക്കി, അതാണ് അതിൻ്റെ അവസ്ഥ. എനിവേ, ഞങ്ങൾ പോയത് 19 രാത്രി ഞങ്ങൾ ലണ്ടൻ ലൈറ്റ്സ് കാണാമെന്ന് തീരുമാനിക്കുന്നു. ലണ്ടൻ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ഇവിടെ ജീവിക്കുന്ന ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം. ലണ്ടൻ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് ലണ്ടനെയാണ് ഇവർ ഒരുക്കുന്നത്. ക്രിസ്മസിൻ്റെ സീസണിൽ ഒരുക്കുന്നത് എല്ലാ ചെറിയ സ്ട്രീറ്റുണ്ട്, ഈ സ്ട്രീറ്റ്, ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, ട്രഫാൾഗർ സ്ക്വയർ, അങ്ങനെ ഓരോന്നും നല്ല മനോഹരമായിട്ട് ഒരുക്കും. ഓരോ കമ്പനികളും അല്ലെങ്കിൽ ഓരോ ഹോട്ടലുകളും അവരുടെ ചുറ്റുവട്ടങ്ങളും അവരുടെ പൂമുഖങ്ങളൊക്കെ സൂപ്പറായിട്ട് ഒരുക്കി, സൂപ്പർ കാണാൻ നല്ല രസമുള്ള സ്ഥലം. ഞങ്ങളുടെ ഇൻസിഡന്റിന് ശേഷം ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് പറയുന്നുണ്ട് ഇതിലും ദാരുണമായിട്ടുള്ള സംഭവം, കൂടിയ പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്തിട്ട് അവർക്ക് എങ്ങനെ രക്ഷപ്പെടണം എന്ന് അറിയാത്ത രീതിയിൽ ആയിപ്പോയ ഒരുപാട് പ്രശ്നങ്ങൾ, ഇവൻ ജീവൻ വരെ അപകടത്തിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ സംഭവം ഇതാണ്. 19 ഡിസംബർ ഞങ്ങൾ ലണ്ടൻ ലൈറ്റ്സ് കാണാൻ ഇറങ്ങുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാറില്ല, കൂട്ടുകാരെ കൂട്ടി എപ്പോഴും പോകുന്നുള്ളൂ. വിളിച്ചു കഴിഞ്ഞപ്പം രാഖിയുടെ ബർത്ത്ഡേ ആണ്. ഇപ്പം ജസ്റ്റിൻ രാഖി ഞങ്ങളുടെ അടുത്ത് വന്ന് പിള്ളേർ ഞങ്ങൾ വീട്ടിലാക്കിയായിരുന്നു. അപ്പം ലണ്ടൻ സാധാരണ പോലെ തന്നെ ലണ്ടനിൽ കൊണ്ട് പാർക്ക് ചെയ്ത്, കാരണം ഞങ്ങൾക്ക് പുതിയ സംഭവമല്ല ലണ്ടൻ. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു 20 മിനിറ്റ് മാത്രം ദൂരമുള്ള സ്ഥലമാണ് ലണ്ടൻ. അപ്പോൾ സെൻട്രൽ സോൺ 1 കൊണ്ട് പാർക്ക് ചെയ്യുന്നു. റീജൻ സ്ട്രീറ്റിലെ മാലാഖമാരെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ മാലാഖമാരെ പോയി ഒരുക്കി കുറേ ലൈറ്റുകൾ ഇപ്പോൾ ഞങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല, അതാണ് ഈ സംഭവം. നിങ്ങൾ ഈ കണ്ടോണ്ടിരുന്ന വീഡിയോകളാണ് ലണ്ടൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ, ഇത്തരം സ്ഥലങ്ങൾ കാണുകയും എടുക്കുകയും ചെയ്യുന്നത് നമുക്കൊരു നല്ല വൈബാണ്. പ്രത്യേകിച്ച് ഈ വിൻ്റർ കാലഘട്ടത്തിൽ ഉണങ്ങും ഗ്ലൂമിയായിട്ട് മൂടിയായിട്ട് വീട്ടിൽ കൂട്ടിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം കുറച്ചൊക്കെ ആൾത്തിരക്കൊക്കെ കാണാൻ പറ്റുന്ന സിറ്റികൾക്കകത്ത് മാത്രമേ ഉള്ളൂ. അതും ലണ്ടൻ പോലത്തെ സിറ്റികൾക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നടന്നിട്ട് വന്നാൽ നിങ്ങൾ ഭയങ്കര റിഫ്രഷ്. ഇതാണ് അവസ്ഥ. അത് കണക്കൂട്ടിയാണ് പോയത്. ഏതായാലും അവിടെ സാധാരണ പോലെ ചെന്നു. ഞങ്ങളൊരു 8:30 പാർക്ക് ചെയ്തു. 8 മണി കഴിഞ്ഞു 8:30 പാർക്ക് ചെയ്തു. ഒരു തിരിച്ചു വരുമ്പോൾ ഒരു 11:30 കഴിഞ്ഞു. 4 മണിക്കൂറിന്റെ പാർക്കിംഗ് ആയിരുന്നു. അതായത് പ്രോപ്പർ പാർക്കിംഗ് ഏരിയയിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. മണിക്കൂറിന് 10 പൗണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ 40 പൗണ്ടായി. 4 മണിക്കൂർ ഞങ്ങൾ ലണ്ടനിൽ മൊത്തം അലഞ്ഞിരിഞ്ഞ് നടന്നു, ഫോട്ടോ എടുത്തു, ഫുഡ് കഴിച്ചു. സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ ക്യൂ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ക്യൂ പാർക്ക്, NCP പാർക്കിംഗ് എന്നൊക്കെ പറയല്ലേ, പെയ്ഡ് ആയിട്ടുള്ള പാർക്കിങ്ങുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ. അതിലൊരു പാർക്കിംഗ് ബിൽഡിങ്ങിനകത്ത് കയറി അവരുടെ രണ്ടാം നിലയിലാണ് ഞങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്തതിന്റെ ഒരു സൈഡിൽ CC ക്യാമറ, 2 സൈഡിലും CC ക്യാമറ. സത്യം, പാർക്കിംഗ് ചെന്നിട്ട് നോക്കുവാണ്, CC ക്യാമറ ഉണ്ട്. CC ക്യാമറയുടെ തൊട്ട് നടുക്ക് 2 CC ക്യാമറയുടെ നടുക്കൊക്കെയാണ് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും നമ്മൾ സുരക്ഷിതത്വം നോക്കിയിരുന്ന് പറയരുത്, സുരക്ഷിതത്വേ നോക്കിയുള്ളൂ. അങ്ങനെ ഫുള്ള് സുരക്ഷിതമായിട്ട് കൊണ്ടിട്ട് സ്ഥലമായിരുന്നത്. സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി എല്ലാം റെഡിയാക്കിയിട്ട്, ഡ്രോണുണ്ട്, ക്യാമറകൾ നിങ്ങൾക്കറിയാം, ഞങ്ങളെപ്പോഴും ക്യാമറകളുമായിട്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പം 2 ടൈപ്പ് ക്യാമറകളുണ്ട്. ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഓഡിയൻ്റായിട്ടൊരു ക്യാമറയുണ്ട്, പിന്നെ സാധാരണ നമ്മുടെ സോണിയുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറയുണ്ട്. അങ്ങനെ വ്ളോഗിങ്ങിന് ഉപയോഗിക്കുന്ന ക്യാമറയും അല്ലാതെ അത്യാവശ്യം സിനിമാറ്റിക് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന, ഫോട്ടോകൾക്ക് ഉപയോഗിക്കുന്ന വേറൊരു വലിയ ക്യാമറയുണ്ട്. അപ്പം ക്യാമറകൾ തന്നെ, ക്യാമറ ബോഡി തന്നെ ഏതാണ്ടൊരു 4 ലക്ഷം രൂപ. മാത്രമല്ല ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഡ്രോൺ ആ ഡ്രോണിൻ്റെ പീസ് മാത്രമല്ല ഉള്ളത്. കാരണം നിങ്ങൾ ഗിഫ്റ്റ് തന്നു കഴിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സാധനം വാങ്ങിക്കുമ്പോൾ ആക്സസറീസ് വാങ്ങിച്ച് കൂട്ടും. അപ്പോൾ ഡ്രോണിൻ്റെ ആക്സസറി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഫുൾ ബാഗാണ്, ഒരു വലിയ പാക്കാണ്, ഹാർഡ് ഷെൽ പാക്കാണ്. അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ടെന്ന് കണ്ടറിയണം. എനിവേ, പക്ഷേ അത് തന്നെ ഉണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇവള് ഡ്രോൺ വാങ്ങിക്കുന്നത് തന്നെ 1000 പൗണ്ട് എടുത്തുള്ള സമയത്താണ്.
അതായത് 1 ലക്ഷം രൂപ. പിന്നെ ആക്സസറീസ് എല്ലാം കൂടെ കൂട്ടിയിരിക്കുന്നൊരു 1300 പൗണ്ടോളം ആവും മൊത്തം. ആ പാക്ക് മൊത്തം 1300 പൗണ്ട് കണക്ക് കൂട്ടിക്കും. അത്രയും വിലയുള്ളൊരു പാക്കും ഉണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ല, കുളിരുന്ന് മാത്രമാണ് ഇത് പറയുന്നത്. അത് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. ലണ്ടൻ രാത്രി നിങ്ങൾ സാധനം ഡ്രോൺ ഉപയോഗിക്കാറില്ല. എന്നിട്ടും ഇത്തവണ ലണ്ടൻ ലൈറ്റ്സ് ഒക്കെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാലോ എന്ന് ഓർത്ത് കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ക്യാമറകളെല്ലാം കയ്യിലെടുത്ത് ഓരോരുത്തരുടെയും ഓരോ ക്യാമറ കൊടുത്ത് കഴിയുമ്പോൾ മനസ്സിലായി ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ഓൾമോസ്റ്റ് ഹെവി ക്യാമറാസാണ്. റിഗ് കൂട്ടി വരുമ്പോൾ ക്യാമറകളുടെ വലിപ്പവും സൈസും എല്ലാം മാറും. അപ്പം ഞാൻ വലിയ ക്യാമറ എടുത്തു, LCD ചെറിയ ക്യാമറ കൊടുത്തു. 2 ക്യാമറ ആയപ്പോൾ തന്നെ എല്ലാവർക്കും എടുക്കാനുള്ള കയ്യിൽ ഒതുങ്ങാത്തവണ്ണ സാധനം. ട്രൈപോഡ് എടുത്തില്ല. ഇതെടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ നോട്ടീസ് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നായിരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ആ വലിയ ക്യാമറയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, 2 കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. അതിന്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പോൾ ഭയങ്കര ഒരു വലിപ്പമുള്ള ഒരു ലുക്കാണ്. കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നും വലിയ ഡോക്യുമെന്ററി എടുക്കാൻ പോകുന്ന പോലത്തെ ഒരു വലിയ സംഭവം, വലിയ ഇങ്ങനെ ആനമുട്ടൻ വലിയ റിഗൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ സംഭവം. ഞങ്ങള് പാർക്കിങ്ങിൽ തന്നെ നിന്ന് ഇതൊക്കെ പിടിപ്പിക്കുകയും പിന്നെ കുറച്ച് സമയം ചെലവഴിച്ചായിരുന്നു അവിടെ തന്നെ നിന്ന്. പിന്നെ 2-3 ഫോട്ടോസ് ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പം ഞങ്ങളുടെ ഈ ഫോട്ടോസിലൊക്കെ കണ്ടാലറിയാം ഞങ്ങളുടെ പുറകിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ അവരാരോ ആണോ ഇത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞങ്ങൾ പോയ ഉടനെ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ വണ്ടിയുടെ പുറകിൽ അവിടെ BMW ഓടിയൊക്കെ വേറെ നല്ല കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. സ്ഥലം പാർക്ക് ചെയ്ത സ്ഥലം സോഹോയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു അത്രയും തിരക്കുള്ളൊരു ഏരിയ. അല്ല, റോഡ് സൈഡിൽ പാർക്ക് ചെയ്താലുള്ള 100 അനുഭവങ്ങൾ പലയിടത്തുനിന്നും പലരും പറഞ്ഞ് കേട്ടുകൊണ്ടാണ് ഒരിക്കലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഇതുപോലത്തെ പെയ്ഡ് പാർക്ക്, ഇത്രയും പൈസ കൊടുത്ത് പെയ്ഡ് പാർക്ക് തന്നെ കൊണ്ട് പാർക്ക് ചെയ്ത് അവിടെ കിട്ടിയ അനുഭവമാണ്. 2 CC ക്യാമറയുടെ കീഴേ ഞങ്ങൾ സാധനങ്ങൾ ഇറങ്ങി, സാധനങ്ങളെല്ലാം എടുത്തു. ഞങ്ങൾ 8:30 വെളിയിൽ ഇറങ്ങി. ഒരു 11 നല്ലതായിട്ട് എൻജോയ് കേട്ടോ. നല്ല ഈവനിങ് ആയിരുന്നു. ഞങ്ങൾ വെളിയിൽ പോയി നന്നായിട്ട് കറങ്ങി, കുറേ സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് കുറേ ഫോട്ടോ എടുത്തു. ചൈന ടൗണിൽ പോയി കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ച് വന്ന് കയറുകയാണ്. വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ വണ്ടിയെ മൊത്തം ആ പാർക്കിംഗ് ക്യൂ പാർക്കുകാരുടെ ഈ കാർഡുകളാണ് വണ്ടിയെ മൊത്തം ഇരിക്കുന്നത്. വി അപ്പോളജീസ് ഫോർ വാട്ട് ഹാപ്പൻഡ്, അങ്ങനെയാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ. എന്ത് പറ്റി? അപ്പം നമ്മളാകെ അത്ഭുതപ്പെട്ട് എന്നെ സംഭവിച്ചത് മനസ്സിലായത്. കാരണം വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി അവിടെ കിടപ്പുണ്ട്. അതൊരു പേടിയാണ്. നമ്മൾ പേടിച്ചാണ് വരുന്നത് വണ്ടി അവിടെ ഉണ്ടോയെന്ന്. കാരണം ഈ ലണ്ടനകത്ത് എന്നും കേൾക്കാൻ വണ്ടി അടിച്ചുകൊണ്ട് പോയ കഥകൾ. ഞങ്ങളുടെ RAV4 ആണ്. അപ്പോൾ ഇത് പ്രശ്നം ആ വണ്ടിയുടെ ഒരു കുഴപ്പം തന്നെയാണ്. ഇവിടെ അടിച്ചുകൊണ്ട് പോകപ്പെടുന്ന വണ്ടികൾക്കകത്ത് 2ാം സ്ഥാനമാണ് വണ്ടിക്ക്, 3ാം സ്ഥാനമാണ് വണ്ടിക്ക്. ആദ്യത്തേത് റേഞ്ച് റോവറും ലാൻഡ് റോവറും അങ്ങനത്തെ വണ്ടികൾ, പിന്നെ വോൾവോ, അത് കഴിഞ്ഞുള്ള വണ്ടിയാണിത്. ഭയങ്കര ഡിമാൻഡുള്ള ഞങ്ങളുടെ ഒരു കസിൻസ് അവരുടെ വണ്ടി പോയത് അതുപോലെ തന്നെ അവരെടുത്തോണ്ട് പോയത് കള്ളന്മാര്. അതെ, അത് അടിച്ചുകൊണ്ട് പോയ വണ്ടിയാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും കൂടിയ മോഡലായിരുന്നു. അവരുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് സൈഡിലത്തെ പാർക്കിങ്ങിൽ അടിച്ചുകൊണ്ട് പോയ വണ്ടിയാണ്. അത് ഒന്നൊന്നും അല്ല, ഈ വണ്ടി അത് കഴിഞ്ഞ് പോയതിന് കയ്യും കണക്കില്ല. അപ്പോൾ എല്ലാവരും ലണ്ടനകത്ത് പോകുന്ന ആൾക്കാർ മറ്റേ ഈ ലോക്ക് ബാർ ഉണ്ടല്ലോ, ലോക്ക് ബാറൊക്കെ വെച്ചിട്ട് സ്റ്റിയറിംഗ് ലോക്ക് ഇട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, സന്തോഷം, ഒന്നും പറ്റിയില്ലോ എന്നോർത്ത് വന്ന് കയറുന്നതാണ്. കാർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റിക്കാരെ കൊണ്ട് ചവിട്ടി ഭയങ്കര പാടം. നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോളജൈസ് ചെയ്യുന്നു, നടത്തിയാൽ കഴിഞ്ഞാൽ പക്ഷേ എന്തിനാണ് അപ്പോളജൈസ് ചെയ്യുന്നത്? നിങ്ങളുടെ വണ്ടിക്ക് ഡാമേജ് ഉണ്ട്. ഞാൻ പക്ഷേ ദൈവമേ, ഇനി ഇവിടെ വേറൊരു പരിപാടിയുണ്ട്. ഈ ആ സാധനത്തിൻ്റെ പേരെന്നാ കാറ്റലിസ്റ്റ് കൺവേർട്ടർ. ഈ ഹൈബ്രിഡ് വണ്ടികളുടെയും ഇങ്ങനത്തെ ഡീസൽ വണ്ടികളുടെയൊക്കെ ഒരു സംഭവമാണ്. ഡീസൽ വണ്ടിയുടെയാണ് പെട്രോളിയാണെന്ന് എനിക്കറിയില്ല. കാറ്റലിസ്റ്റ് കൺവേർട്ടർ സംഭവമുണ്ട്. ഇത് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലെ വലിയൊരു ഈ മറ്റേ യൂറോപ്യൻ യൂണിയൻ ഗാങ്ങിൻ്റെ ഒരു വലിയ സംഭവമായിരുന്നു. ഇവന്മാർ വഴി കിടക്കുന്ന വണ്ടികളിലെല്ലാം കാറ്റലിസ്റ്റ് കൺവേർട്ടർ അടിച്ചുകൊണ്ട് പോകും. ഭയങ്കര വിലയാണ് ആ ലോഹത്തിന്, അതിനകത്ത് ഉപയോഗിക്കുന്ന ലോഹത്തിന്. അപ്പം ഇനി അതുവല്ലം കൊണ്ടുപോയി എന്നറിയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു തന്നെ പറഞ്ഞു, അയ്യോ അവിടെ അല്ല, താഴെയല്ല, നിങ്ങളുടെ വണ്ടിയുടെ പുറഭാഗത്ത് ചില്ല് പൊട്ടിച്ചിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു. രാഗി ജസ്റ്റ് ഞാനും കൂടെ ഇത് എവിടെ ഇവർ പറയണേന്ന് പറഞ്ഞത് പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊട്ടിച്ച് ചില്ലുകളെല്ലാം നിലത്ത് കിടക്കുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇതിനകത്തുനിന്ന് തന്നെ കുറേ ബാഗുകൾ സാധനങ്ങളൊക്കെ എപ്പോഴും അതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്താണ് ഇവർ കൊണ്ടുപോയത്, ഒന്നും പെട്ടെന്നൊന്നും ക്ലിയർ ചെയ്തില്ല. പക്ഷെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 10-15 വർഷത്തോളം ലണ്ടനകത്ത് പോയി വന്ന ആൾക്കാരാണ്. ആദ്യമായിട്ടല്ല ലണ്ടനകത്ത് പാർക്ക് ചെയ്യുമോ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം സുരക്ഷിതമല്ലാതിരിക്കുക ഒന്നും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടില്ല. പലർക്കും പല കഥകളും ഉണ്ടാകുമ്പോഴും ഒരിക്കലും നമുക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. അപ്പം വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ അന്താളിച്ച് പോയി, ആണോ വണ്ടിയോ, നമ്മുടെ വണ്ടിയോ? ഉടനെ ഓടിച്ചെന്ന് നോക്കുമ്പം ഇപ്പോൾ ഈ കാണിക്കുന്ന വിഷ്വൽസ് നോക്കുക. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് ഗ്ലാസ് തകർത്തിരിക്കുകയാണ്. പുറത്തെ ഗ്ലാസ് ഇടിച്ച് തകർത്തിട്ട് നമ്മളെടുത്ത് ചോദിച്ചു അലാമൊന്നും അടിച്ചില്ലേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ സെക്യൂരിറ്റി പറയുന്നുണ്ട്, അലാമൊന്നും ഇവിടെ അടിച്ചില്ല, പോലീസുകാർ പക്ഷേ ഇവിടെ വന്നായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അലാം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു വണ്ടി അലാം അടിക്കുന്നില്ല. ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആ ബാറ്ററി അത്രയും നേരം എത്ര മണിക്കൂർ കിടന്ന് അടിച്ചാലും ബാറ്ററി തിരിച്ചാൽ കിടന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഭയങ്കര അൺയൂഷ്വലായിട്ട് തോന്നി. ശരി, അത് പ്രോപ്പറാണോ, അവൻ പറയുന്ന കാര്യം പ്രോപ്പറാണോ, എന്തൊരു കുഴപ്പമുണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നത് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായില്ല, വണ്ടിക്കും വേറെ ഒന്നും പുറമെ വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. എനിവേ ഏതായാലും
സംഭവിച്ചത്രേ ഉള്ളൂ. നമ്മൾ തുറന്ന് നോക്കി, ഇതുകൊണ്ട് ഇതുപോലെ ബാഗുകൾ തുറന്ന് കിടക്കുന്നു, ഗ്ലാസ് മൊത്തം ചെതറി കിടക്കുന്നു. ആദ്യം ഓർത്തത് ദൈവമേ വണ്ടി കിട്ടിയല്ലോ. എൻ്റെ മനസ്സിലോർത്തുള്ള ആ പോയിൻ്റ് അതായിരുന്നു. എൽസിയൊക്കെ അന്നേരം ഡൗൺ ആയിപ്പോയി. ഇവർ പറഞ്ഞു ഇപ്പം തന്നെ പോലീസിനെ വിളിക്കണം, സെക്യൂരിറ്റി. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ കാണാൻ പറ്റും, പക്ഷേ ക്യാമറ ഫുട്ടേജ് ഞങ്ങൾ കാണിക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ട, എനിക്ക് നിങ്ങളുടെ കോപ്പി വേണ്ട, എനിക്കത് കണ്ടാൽ മതി. ഞാൻ ഉദ്ദേശിച്ച ഫോണിനകത്തൊരു കോപ്പി ഇവരിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാനുള്ള കണക്കൂട്ടിലാണ് ഞാനത് പറഞ്ഞത്. അവൻ 50 മിനിറ്റ് സമ്മതിക്കുക. അവൻ പറഞ്ഞത് ഞങ്ങളുടെ പോളിസി ഇതാണ്, നിങ്ങൾ പോലീസിനെ വിളിക്കുക, പോലീസിനെ നിങ്ങൾക്കൊരു ക്രൈം റെഫറൻസ് നമ്പർ CRN എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ആ നമ്പർ വെച്ച് നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഈ കാർഡിനകത്ത് ഈ ഒരു ഇമെയിൽ ഉണ്ടല്ലോ, ഈ ഇമെയിലിലേക്ക് നിങ്ങൾ റിക്വസ്റ്റ് അയക്കുക, ഇന്ന ടൈമിൽ നിങ്ങളിവിടെ പാർക്ക് ചെയ്തിരുന്നു, നിങ്ങൾ പേ ചെയ്തിരിക്കുന്ന കാർഡിൻ്റെ കോപ്പി കൂട്ടി, പേയ്മെൻറ്റ് എടുക്കുന്ന ഒരു കാർഡിൻ്റെ കോപ്പി ഉണ്ടല്ലോ, റെസിപ്റ്റ് കിട്ടുമല്ലോ, ആ റെസിപ്റ്റ് കൂട്ടി നിങ്ങൾ ക്യൂ പാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് മെയിൽ അയക്കുക. അങ്ങനെ മെയിൽ അയച്ചു കഴിയുമ്പം അവർ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവരൊരു ഇൻസിഡൻറ്റ് നമ്പർ നിങ്ങൾക്ക് തരും. ഇൻസിഡൻറ്റ് നമ്പർ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പോലീസിന് തിരിച്ച് റിപ്ലൈ ചെയ്യുക, ഇതാണ് പാർക്കിംഗ് കമ്പനിയുടെ ഇൻസിഡൻറ്റ് നമ്പർ എന്ന് പറഞ്ഞ് പോലീസിന് തിരിച്ച് റിപ്ലൈ ചെയ്യുക. റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പോലീസ് അവർക്കൊരു എവിഡൻസ് ലിങ്ക് അയച്ചു കൊടുക്കും. അതിലേക്ക് മാത്രമേ അവർ CCTV ഫുട്ടേജ് തരത്തുള്ളൂ, നമുക്ക് ഫുട്ടേജ് തരത്തേയില്ല. നമ്മളവർക്ക് നിസ്സാര സാധനം ഈ 2 CCTVയുടെ നടുക്കൊണ്ട് പാർക്ക് ചെയ്ത സംഭവത്തിൻ്റെ കഥയാണ് കേൾക്കുന്നത്. നിങ്ങളിനി എത്ര നേരം ഇതിനെ പറയാൻ ഓർഡറെന്ന് ഓർക്കണം. ശരി, ഇനി ഇവൻ പറഞ്ഞ് കേട്ടില്ലെന്ന് വെക്കണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ അന്നേരം പോയി പോലീസിനെ വിളിച്ചു. റേഞ്ച് കിട്ടുന്നില്ല, ഞാൻ വെളിയിലോട്ടിറങ്ങി പാർക്കിങ്ങിന് വെളിയിറങ്ങി പോലീസിനെ വിളിച്ചു. അവരതിനും വലിയ കോമഡി. മെട്രോപൊളിറ്റൻ പോലീസാണ്. ലണ്ടൻ പോലീസിനെ വിളിക്കുന്നത് അങ്ങനെ, മെട്രോപൊളിറ്റൻ പോലീസാണ് വിളിക്കുന്നത്. അവർ സാധാരണ പോലീസല്ല. വിളിച്ചു കഴിഞ്ഞപ്പോൾ വലിയ കോമഡി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ആരെങ്കിലും ആക്രമിക്കപ്പെട്ടോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. എന്നാ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടു, വണ്ടിയുടെ ഗ്ലാസ് തകർത്തിരിക്കുകയാണ്, എനിക്ക് ഈ വണ്ടി ഇവിടുന്ന് ഓടിച്ച് സറേ വരെ പോകാനുള്ളതാണ്. അപ്പം ഞാൻ റോഡിലോട്ട് ഈ വണ്ടി എങ്ങനെയാണ് ഞാൻ ഓടിക്കുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞത് അത് നിങ്ങൾക്ക് ഓടിക്കേണ്ട നിങ്ങൾക്ക്, അല്ലാതെ മറ്റേ RAC വിളിച്ചോടെ കൊണ്ടുപോകാം, റോഡ് അസിസ്റ്റൻസ് വിളിച്ചോടെ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്, കാരണം എനിക്ക് വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വണ്ടി ഓടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അവരതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല. കാരണം എനിക്കതിൻ്റെ ലീഗാലിറ്റി ആയിരുന്നു അറിയേണ്ടത്, ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ, ഞാൻ ഓടിക്കേണ്ടതാണോ എന്നതാണ് എനിക്ക് അറിയേണ്ടത്. പോലീസുകാരെ വിളിച്ചു. പോലീസുകാർ പറഞ്ഞേ ഞാനിപ്പോൾ റെഫറൻസ് നമ്പർ തരാം, കോൾ റെഫറൻസ് നമ്പർ, വേറെ ഒന്നും തരത്തില്ല. ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്തുവാണ്? എനിക്ക് വേണ്ടത് ക്രൈം റെഫറൻസ് നമ്പറാണ്. അപ്പോൾ ഞാൻ ക്രൈം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അതായത് നമ്മൾ ക്രൈം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ഒരു സമ്മതിക്കുക. അതായത് രാത്രി 12 മണി കഴിഞ്ഞ് കാണണം ഞാൻ വിളിക്കുമ്പോൾ. അവർ പറയുന്നത് ഭയങ്കര തിരക്കുള്ള സമയമാണ്, ഞാനിത് രജിസ്റ്റർ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഡീറ്റെയിൽഡായിട്ട് എടുക്കാനുള്ള സമയം എനിക്കില്ല, അത്രയും തിരക്ക് പിടിച്ചുള്ള സമയമാണിത്. അതുപോലെ ആർക്കും ജീവാപായം ഒന്നും ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക്, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയുള്ള ക്രൈം റെഫറൻസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കൊളീഗ് നിങ്ങളെ നാളെ രാവിലെ വിളിച്ച് കൺഫേം ചെയ്യും. ആദ്യം അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു 9 മണി കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വിളിക്കണമെന്ന്. അവരെ തിരിച്ച് വിളിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യണം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം, അതായത് അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് എന്താ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്? അടുത്ത സ്റ്റെപ്പ് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഏത് ഈ 2 CCTV സംഭവം ഉണ്ടായ സ്പോട്ട്, അവിടെ ഒന്നും ആരും വരാനേ പോകുന്നില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടരുത്, ഇതെന്താ ഇങ്ങനെയെന്ന്. ഞാൻ പറയാൻ മനസ്സിലായി. അത് ഞാൻ അപ്പം തന്നെ ലിസ്റ്റ് ചെയ്ത് എനിക്കുണ്ടായ നഷ്ടങ്ങളുടെ എന്തുമാത്രം ഉണ്ട്, എത്ര 1000 പൗണ്ട് നഷ്ടമാണ്, സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ അത് മാർക്കറ്റ് വിട്ടിലോട്ട് എത്തുന്നു പോലുമില്ല, ആൾ ഈ ലൊക്കാലിറ്റി തന്നെ കാണുമായിരിക്കാം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാർ അത് ചെക്ക് ചെയ്യത്തില്ല. അവർ ഞാൻ പറഞ്ഞു, സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ഈ സംഭവത്തിൻ്റെ സമയത്തോടനുബന്ധിച്ച്, അങ്ങനെയാണ് സെക്യൂരിറ്റി കാർ കാണാൻ വരുന്നത്. എന്തുകൊണ്ട് പോലീസുകാരൻ ഇവിടെ വന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തത്. കാരണം അവൻ അത് കഴിഞ്ഞാണ് ചാർജ് എടുത്തത്, അവൻ്റെ ഷിഫ്റ്റ് ചാർജ് തുടങ്ങുന്നത്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പോലീസുകാർ ഇവിടെ വന്ന് ഇതിന് ചുറ്റും നോക്കിയിട്ട് പോയി എന്നിവർ പറയുന്നുണ്ട്. അപ്പം ഇവർ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ സംഭവം ചെക്ക് ചെയ്തുകൂടാ? നിങ്ങളുടെ സിസ്റ്റത്തെ കാണാമല്ലോ, പട്രോളിങ്ങിനകത്ത് പോലീസുകാർ ഇവിടെ വന്ന് പോയിട്ടുണ്ടെന്ന് കാണാമല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യാമോ? അതുപോലും ഒരു ചെക്ക് ചെയ്യില്ല. കാരണം അവർ പറഞ്ഞ് ഈ കോൾ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ്, എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ പല കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ കോൾ ഹാൻഡ്ലറാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓർത്തോളം, ഇതാണ് ഇപ്പോൾ എല്ലാവരും പൊതുവേ പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പഠിക്കുന്ന, അല്ലെങ്കിൽ UK പോലീസ് ചീത്ത വിളിക്കുന്നുണ്ട്, എന്തും ഇവിടെ നടക്കുന്നത്. എനിക്ക് അവരുടെ അവസ്ഥ മനസ്സിലാവും. അവർ പറയുന്നതെല്ലാം ബൈ പ്രൊസീജിയർ കറക്റ്റ് കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മനസ്സിൽ ഓർക്കും, നമ്മുടെ നാട്ടിൽ പോലീസിനെ വിളിച്ചാൽ സ്പോട്ടിൽ ഒരു വണ്ടി പോലീസ് വന്നിറങ്ങും, അവർ അവിടെ മുഴുവൻ കുറേ ഇളക്കി മറിക്കും, നമ്മുടെ കുറേ ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ നോക്കും, തേങ്ങയാണ് മാങ്ങയാണ്. ഞാനിതൊക്കെ ഇവരോട് പറഞ്ഞു, ഫോറൻസിക് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെന്ന് നോക്കണ്ടേ, ഞാൻ വണ്ടിയും കൊണ്ട് യാത്ര ചെയ്യുന്നതിന് പറഞ്ഞ് ഞാൻ വണ്ടി ഇവിടെ ഇടുന്നതാണോ നല്ലത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയാതൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പോയിന്റ് വെച്ച് അവർ പറയുന്നത് അതൊരു വർത്തായിട്ടുള്ള കാര്യമല്ല. ഏത് ഫോറൻസിക്കിന് വേണ്ടി അവിടെ ഒരാളെ വിടുന്ന ഇപ്പോൾ വർത്തായിട്ടുള്ള കാര്യമില്ല, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ വിളിക്കുന്ന എൻ്റെ കൊളീഗ് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാനപ്പോൾ വണ്ടി റിപ്പയറിങ്ങിന് കയറ്റണ്ട അല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ട് വണ്ടി ഇടണം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതൊന്നും പുള്ളിക്കാർ ഗൈഡ് ചെയ്യില്ല.
അതായത് നമ്മുടെ നാട്ടിൽ പോലീസുകാരോട് ചോദിച്ചാൽ അവർ പറയും ആരും ക്രൈം സീനിൽ കയറരുത്, ആരും തുടരരുത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പോലും നമ്മൾ കുറേ സിനിമ കണ്ട പരിചയത്തിൽ അങ്ങോട്ട് ചോദിച്ചാൽ പോലും അവരിങ്ങോട്ടൊന്നും പറയില്ല. അവർ പറഞ്ഞ വണ്ടി എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറേ വീഡിയോയും സാധനങ്ങളൊക്കെ എടുത്തത് ഇപ്പോൾ ഈ കണ്ട വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. മൊത്തം വഴി നീങ്ങളെ എൽസ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നു, ആകെ പൊട്ടിട്ട് പ്രതീക്ഷിക്കാത്ത സീനകത്താണ് നിൽക്കുന്നത്. അപ്പം ബാക്കി പിന്നെ ഈ പുറകെ വരുന്ന വണ്ടിക്കാർ മുഴുവൻ കാണും, ഏത് വെടികൊണ്ട പോലെ പുറഭാഗത്ത് മൊത്തം ഗ്ലാസ്സിങ്ങനെ പൊട്ടി തകർന്ന് കിടക്കുന്ന ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോട്ടോർ ബൈക്കടെ അതും കൊണ്ട് പോകുന്നു. അതെ, മോട്ടോർ വെഹിക്കിൾ റിസ്ക്കാന്നറിയാമോ? ഇല്ലെങ്ങാനും പുറത്ത് വേറെ ആരുടെങ്കിലും മൊത്തമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാൽ മതി. അത് ഒന്നാമത് അതിനിടയ്ക്ക് കൈയൊക്കെ കീറുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ആ ബാഗിനകത്തൊക്കെ എത്ര ക്യാമറകൾ പോയി, എത്ര ലെൻസുകൾ പോയി, ബാറ്ററികൾ പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമുക്കതിനും മനസ്സിലാകുന്നത്ര ഡ്രോൺ പാക്ക് മൊത്തം പോയി. പിന്നെ ഡ്രോണിനകത്ത് കുറേ എക്സ്ട്രാ ബാറ്ററികൾ ഉണ്ടായിരുന്നു. ഓരോ ബാറ്ററിക്ക് വേണ്ടി 60 പൗണ്ട് വരെ ഉണ്ട്, 50 പൗണ്ട് അടുത്ത് വരെയുള്ള 59 പൗണ്ട് അടുത്ത് കണ്ട അത്. പിന്നെ ഈ 2 ക്യാമറകളുടെ അനീഷിൻ്റെ ക്യാമറയ്ക്കൊന്നും വലിയ നെറ്റ്ഫ്ലിക്സ് ക്യാമറയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ക്യാമറയുടെ ആക്സസറികൾ മൊത്തം വെച്ചിരുന്ന ഫുൾ ബാഗ്, അതായത് ലൈറ്റുകൾ എക്സ്ട്രാ ഉണ്ട്, ലൈറ്റുകളുടെ ബാറ്ററി ഉണ്ട്. ഇതെല്ലാം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓരോന്നിനും ഉണ്ട് ഒരു 10-60 പൗണ്ട് വിലയുണ്ട്. ആ ലൈറ്റിന് മാത്രം കാണും ഒരു 100-300 പൗണ്ട് വില ലൈറ്റിന് മാത്രം, വലിയ ലൈറ്റപ്പ് ചെയ്യുന്നതിന്. അതിൻ്റെ പുറകെ കൊടുത്ത സോണിയുടെ NPF ബാറ്ററിയാണ്, അതിനുണ്ട് ഏതാണ്ട് 70 പൗണ്ട് വില. അങ്ങനത്തെ ഒരു 3-4 ബാറ്ററി. പിന്നെ ND ഫിൽറ്റേഴ്സ്, ഓരോ ലെൻസുകൾക്കുള്ള ND ഫിൽറ്റേഴ്സ്. എൻ്റെ ഉണ്ടായിരുന്നത് 18105 സോണിയുടെ മൗണ്ട്, പിന്നെ ഒരു 35-ൻ്റെ ലെൻസ്, പിന്നെ ഒരു പഴയ സ്റ്റൈലിലുണ്ടായിരുന്ന ഒരു വിൻറ്റേജ് ലെൻസിൻ്റെ ഒരു റെയർ കളക്ഷനാണ്. ഞാനത് വലിയ കാശ് കൊടുത്ത് റഷ്യൻ ഒരു പുള്ളിക്കാരനെ നിന്ന് വാങ്ങിച്ചാണ്. അങ്ങനെ കുറേ ഒരു 3 ലെൻസുകൾ പോയി. പിന്നെ ആക്സസറീസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പോയി. ഡ്രോണിൻ്റെ ഫുൾ പാക്ക് പോയി. അങ്ങനെ ആ ബാഗിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ബാഗിനകത്തെ കളക്ഷൻ തന്നെ നോക്കി കുറേ ഉണ്ട്. കാരണം ഞങ്ങൾ വർക്കുകൾക്ക് പോകുന്നു, ഇവൻറ്റുകൾ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് അങ്ങനത്തെ കുറേ സാധനമുണ്ട്. മാജിക് ആമുകൾ വർഷങ്ങൾ കൊണ്ട് വാങ്ങിച്ചതാണ്. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു കടയിൽ ചെന്ന് നമുക്ക് ഇതെല്ലാം കൂടെ വാങ്ങിക്കാൻ കിട്ടത്തില്ല. അത് ഒരു എന്താ പറയുക, നമ്മൾ സോവിനിയർ കളക്ട് ചെയ്യുന്ന പോലെ പല വർഷങ്ങൾ കൊണ്ടും പല ആവശ്യങ്ങളുമായിട്ട് വാങ്ങിച്ചു കൂട്ടിയ ഒരു കളക്ഷൻ, നല്ലൊരു കളക്ഷൻ ആയിരുന്നു. ഇപ്പം നമുക്ക് ചിരിക്കുമ്പോഴും ഉണ്ടല്ലോ, പക്ഷേ അന്നേരം കാണാൻ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്നതാണ് പോയെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതിനൊന്നും സീരിയൽ നമ്പറുകളില്ല, നമ്മൾ എവിടുന്ന് വാങ്ങിച്ചു നോക്കുന്നില്ല. ഒരു 3-4 വർഷത്തെ കളക്ഷനാണ് ഒറ്റയടിക്ക് ചുമ്മാ ഇല്ലാതായിരിക്കുന്നത്. നമുക്കത് അന്നേരം നല്ല വിഷമാണ്. പക്ഷേ ഞാനും കൂടെ വിഷമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കൂടെ വന്ന് എല്ലാവരും ഡെസ്പായി പോകും. അതാണ് ആദ്യത്തെ എനിക്ക് തോന്നിയത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ ചിന്തിക്കുന്നത് എന്ത് പോയാലും ഉണ്ടാക്കാം. വണ്ടി കിട്ടിയത്, വണ്ടിക്ക് പെട്ടെന്നൊന്നും പറ്റിയില്ല. കാരണം വണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാടുപെടുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങൾക്ക് സറയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. 2 പേർക്കും വണ്ടി ഇല്ലാതെ 2 പേരുടെയും വണ്ടി വേണം, അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ ഓടത്തില്ല. ഒരാൾ മാത്രം കൊണ്ടുള്ള വണ്ടി കൊണ്ട് കാര്യങ്ങൾ ഓടത്തില്ല. ഞങ്ങൾ ശീലിച്ചത് അങ്ങനെയാണ്. 2 പേരുടെയും വണ്ടികൾ കൊണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ മാനേജ് ചെയ്ത് ശീലിച്ച വർഷങ്ങളായിട്ട്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു 2 മണിയായി. അത് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ലല്ലോ, മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം മുഴുവനകത്ത് കയറുമല്ലോ. ഞങ്ങളൊരു ബിൻ ബാഗ് എടുത്തു, മറ്റേ ബ്ലാക്ക് നിറത്തിലുള്ള. എന്നിട്ട് അത് കീറി റെക്റ്റാങ്കിൾ പോലെ ആക്കിയിട്ട് ടേപ്പ് വെച്ചിട്ട്, മറ്റേ കാറിൽ ഒട്ടിക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള ടേപ്പ് ഉണ്ടായിരുന്നു ഭാഗത്തിന്, അത് വെച്ചിട്ട് ഞങ്ങൾ ഗ്ലാസ് മൊത്തം മൂടിക്കെട്ടി. പിന്നെ അവിടെ താഴത്ത് വീണ് കിടക്കുന്ന ഗ്ലാസ്സുകളും എല്ലാം കൂടെ അടിച്ചു വാരി ഒരു ബിഷോപ്പറിനകത്തേക്ക് ഇട്ടു. അങ്ങനെ ഞങ്ങൾ കയ്യിലേക്ക് കൊണ്ടു. വല്ലാത്തൊരു സീനായിരുന്നു. അപ്പം എല്ലാം ചെയ്തതിന് ശേഷം അവർ പോയി, ജസ്റ്റിൻ രാഖിയൊക്കെ പോയി. ഞങ്ങൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ബാക്കി എന്താണെന്ന് വെച്ചാൽ അന്നേരം ചെയ്യാമെന്ന് കരുതി. പിറ്റേ ദിവസം രാവിലെ പോലീസിനെ വിളിച്ചു കഴിഞ്ഞ് അവരാദ്യം പറഞ്ഞ്, നോർമൽ സർവേ പോലീസിനെ ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളല്ല ഈ കേസ് ഡീൽ ചെയ്യേണ്ടത്, മെട്രോപൊളിറ്റൻ പോലീസാണ്, കാരണം 2-ാമത്തെ നടന്ന സംഭവമാണ്. ഓക്കെ, അവർ ഒരു നമ്പർ തന്നു. ഞാൻ ആ നമ്പറോട്ട് വിളിച്ചു. അവരോട് കോൾ റെഫറൻസ് നമ്പർ പറഞ്ഞു. അവർ ആ നമ്പർ കേസ് കണ്ടുപിടിച്ചു. ഒറ്റ ലൈനേ എഴുതിയിട്ടുള്ളൂ, കേസ് കണ്ടുപിടിച്ചു. ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് മുഴുവൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. എൻ്റെ എന്തൊക്കെ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്താണ് സംഭവിച്ചത്, എന്താണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവർ പറയുന്ന ഒന്നും അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളങ്ങോട്ട് ഒരു കാര്യം പോലും ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ ക്യാമറ അവിടെ അറേഞ്ച് ചെയ്തു. അതായത് ഞങ്ങളവിടെ നിർത്തിയിട്ട് ഇപ്പം ഞങ്ങൾ അത്രയും നേരം കഴിഞ്ഞില്ല, ഒരു രാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഏതാണ്ട് തലയ്ക്കകത്ത് ഇച്ചിരി വെട്ടം വീണു. ഞങ്ങൾ ആ ക്യാമറ അവിടെ ആ വണ്ടി അവിടെ നിർത്തിയിട്ട് വണ്ടി ഭിത്തിയോട് ചേർന്നാണ് ബാക്ക് വന്നിരുന്നത്. അപ്പോൾ ഒരുപക്ഷേ ആ ബൂട്ട് പൊക്കി വെച്ചിട്ട് ഞങ്ങൾ ക്യാമറ അറേഞ്ച് ചെയ്യുക, ലെൻസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷേ അങ്ങനെ ആരും നോട്ടീസ് ചെയ്തതാകാം, അല്ലെങ്കിൽ ഈ ക്യാമറ എടുത്ത് ഞങ്ങൾ വഴി കൂടെയാണ്, അപ്പോൾ ആരും ശ്രദ്ധിച്ചതാകാം. ഇതൊന്നും പോലീസിന് കേൾക്കണ്ട. ഞങ്ങൾ ഏതൊരു വഴി കൂടെ നടന്നൊന്നും അവർക്ക് കേൾക്കണ്ട. അതൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്യുന്നതാണ്. നിങ്ങളാണ് ഉണ്ടായ ഫാക്റ്റ് പറയുക, എന്താണ് നിങ്ങൾ അവിടെ ഫേസ് ചെയ്ത പ്രശ്നം, നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്ത് കണ്ടു.
ഞാൻ അതിനെ വിശദമായിട്ട് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ എന്ത് കണ്ടു, ഓക്കെ ആയിക്കോട്ടെ, എല്ലാം അവർ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഓരോന്നും അവരെടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും, അത് എന്താ ഉണ്ടായി, എത്ര മണിക്ക് അതുണ്ടായി. അപ്പം 11:45 തിരിച്ചു വന്ന് നിങ്ങളെങ്ങനെയാണ് 11 നിങ്ങൾ പറഞ്ഞു 11:45 നിങ്ങൾ ഈ വണ്ടി കിടക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പറയും പക്ഷേ നിങ്ങളുടെ ടൈമിങ്ങിനകത്ത്, അതായത് നിങ്ങളുടെ പാർക്കിംഗ് ടിക്കറ്റിൻ്റെ ടൈമിങ് അത് കിടന്ന 11:47 എന്നല്ലേ. ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് 11:45 12 ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ പോരെ, എന്നാൽ ഓക്കെ ആയില്ലേ. പുള്ളി പറഞ്ഞു അല്ല അങ്ങനെ ഞാൻ നിങ്ങളെ തിരുത്തുമല്ല, നിങ്ങൾ പറയണം നിങ്ങളുടെ ടൈമിംഗ് ഏതാണ്. ഞാൻ നിങ്ങളോട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല, ഞാനാണ് വിക്ടിം, എൻ്റെ ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ വിളിച്ചാണ്. നിങ്ങളൊട്ടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കേസിന് കൊടുക്കാം, അല്ല ഞാൻ എന്താ പറയണ്ടേ, ഞാൻ എൻ്റെ ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ടല്ല ചോദിക്കുന്നത്, ഈ പറഞ്ഞ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം മുതൽ പറഞ്ഞ് ക്രൈം റെഫറൻസ് നമ്പർ കിട്ടണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് ക്രൈം റെഫറൻസ് നമ്പറാണ് വേണ്ടത്, കാരണം എൻ്റെ ഇൻഷുറൻസ് കമ്പനിയെ മുതൽ ഇനി വിളിക്കാൻ കിടക്കുന്നു. എനിക്ക് ഒരു സാധനമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് പല കമ്പനികളുടെ ഐറ്റങ്ങൾ, സോണിയുടെ ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് DJയുടെ ഇൻഷുറൻസ് ഉണ്ട്, മീൻസ് ക്യാമറകളുടെ ഇൻഷുറൻസ് ഉണ്ട്, എനിക്കങ്ങനെ പല സാധനങ്ങളുടെ ഇൻഷുറൻസ് ഉണ്ട്. കാറിൻ്റെ ഇൻഷുറൻസുകാരെ ഞാൻ വിളിച്ചു, അവർ പറഞ്ഞ് ക്രൈം റെഫറൻസ് നമ്പർ കൂട്ടി തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഐ ആം ജസ്റ്റ് ഇൻ നീഡ് ഓഫ് ദാറ്റ്, എനിക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അപ്പോൾ പുള്ളി എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നോട് പിന്നെ കുറച്ച് ആൾക്കാർ ഗൈഡ് ചെയ്ത്, ഇവിടെ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ ഗൈഡ് ചെയ്ത്, സാധാരണ ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ ക്രൈം റെഫറൻസ് നമ്പർ ആദ്യമേ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മൾ പോലീസിനെ അറിയിച്ചു ഞങ്ങളുടെ സാധനം നഷ്ടപ്പെട്ടു. എന്നിട്ട് ലോകത്തുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ച് പറയാം. അത് ഒരേ കാര്യം നഷ്ടപ്പെട്ടതിന് പല ഇൻഷുറൻസ് കമ്പനികളുണ്ട്, പലരെ വിളിച്ച് പറയും. ഹോം ഇൻഷുറൻസ് ഉണ്ട്, ടെക് ഇൻഷുറൻസ് ഉണ്ട്, മൊബൈൽ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല കമ്പനികളുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇവരെല്ലാം വിളിച്ച് പറയും എൻ്റെ മൊബൈൽ പോയി, എൻ്റെ കാറിനകത്തിരുന്ന മൊബൈൽ പോയി, എൻ്റെ ഇന്ന സ്ഥലത്തിരുന്ന വീട്ടിലിരുന്ന മൊബൈൽ പോയി. അങ്ങനെ പലയിടത്തുനിന്ന് ഇതേ സംഭവം ഉണ്ടാക്കിയെടുക്കും. ഈ ഇൻഷുറൻസുകളെല്ലാം ഇവർ വാങ്ങിച്ചെടുക്കും. ഇതൊരു ട്രെൻഡാണ്. ഇതിനാകെ വേണ്ടത് പോലീസിൻ്റെ ക്രൈം റെഫറൻസ് നമ്പർ മാത്രമാണ്. നമ്മൾ പോലീസിൻ്റെ ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്ത് എന്നൊരു നമ്പർ മാത്രം മതിയല്ലോ. അതാണ് പോലീസുകാർക്കതിനകത്ത് കരിപ്പം തോന്നും എന്ന് ഇവർ പറയുന്നു. എനിവേ കരിക്കേണ്ട ഒരു കാര്യമില്ല, കരിപ്പില്ല. അവരൊരു മാതിരി അങ്ങ് നമുക്ക് ആദ്യമേ അറിയാം ഇവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊടുത്തൊരു പെരുമാറ്റമാണ്. എനിവേ ഏതായാലും വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ക്രൈം റെഫറൻസ് നമ്പർ. ഞാൻ പറഞ്ഞ എൻ്റെ ഇമെയിലോട്ട് അയക്കണം, ബൈ റിട്ടേൺ ആയിട്ട് എനിക്ക് അയക്കണം. കാരണം ഇവന്മാരുടെ ഈ പെരുമാറ്റം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതിന് തെളിവൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് ഒരു ഓർമ്മയും കൊണ്ട്, അതായത് നമ്മൾ ഇത്രയും നാളെ നേഴ്സായിട്ട് വർക്ക് ചെയ്ത അനുഭവം കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അല്ലാതെ എനിക്ക് അവന്മാർ വിശ്വാസമായിട്ട് തന്നെയായിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞത് വളരെ നന്നായി. കാരണം പിന്നെ എനിക്ക് ആ സ്ക്രീൻഷോട്ട് പല സ്ഥലങ്ങളിൽ ഉപകാരപ്പെട്ടു. ആ ഇമെയിൽ വന്നു എന്നുള്ള സ്ക്രീൻഷോട്ട് ഒത്തിരി ഇടത്ത് എനിക്കത് ഉപകാരപ്പെട്ടു. അപ്പം ഇവർ സാധനം അയച്ചു തന്നു വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിന് റിപ്പോർട്ടുകൾ വല്ലതും ഉണ്ട്, നമ്മൾ സാറിന് FIR പോലത്തെ നമുക്ക് GD എൻട്രി എന്നൊക്കെ പറയുന്ന നാട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവത്തിനുണ്ടോ? റിപ്പോർട്ടുകളായിട്ടൊന്നും ഇപ്പോൾ ഒന്നും നിലവിലില്ല. ഞങ്ങൾ ഇതിന് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോഗ്രസ് നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് ബൈ ലെറ്റർ നിങ്ങളെ ബൈ പോസ്റ്റായിട്ട് അറിയിക്കും എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു ഓക്കെ ആയിക്കോട്ടെ, തെളിവുണ്ടല്ലോ. എനിവേ ഏതായാലും ക്രൈം റെഫറൻസ് നമ്പർ കിട്ടി. അപ്പോൾ നമ്മൾ ഓർത്ത് ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് കൊലയോടെ മറിക്കുമെന്ന് ഓർത്തത്. ഏതായാലും ഞാൻ ആദ്യം ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചു, കാറിൻ്റെ ഇൻഷുറൻസ് കമ്പനി. അവർക്ക് വേറെ ഒന്നും വേണ്ട, പോലീസിനെ അറിയിച്ചു ഓക്കെ എന്തൊക്കെ നഷ്ടങ്ങളുണ്ട്, ഇന്നതൊക്കെയാണ് നഷ്ടങ്ങൾ. അപ്പം വിശദമായിട്ട് എൻ്റെ ഒരു ആദ്യമേ കുറേ സംഭവങ്ങൾ വിശദമായിട്ട് എടുത്തു. അവർ ആദ്യമേ തന്നെ പറഞ്ഞു ഗ്ലാസ് നിങ്ങൾ വെളിയിൽ കൊണ്ട് നന്നാക്കിയിട്ട് ഞങ്ങൾ ഇൻഷുറൻസ് കവർ ചെയ്യാനാണോ ഉദ്ദേശിച്ചത്, എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഓപ്ഷനാണ് അറിയേണ്ടത്. കാരണം എനിക്ക് ഈ അനുഭവം നേരത്തെ ഉണ്ടായിട്ടില്ല ഗ്ലാസിൻ്റെ സംഭവം. അപ്പം എനിക്കറിയാം അതിനകത്ത് കെയർഫുൾ ആയിരിക്കണം. ചുമ്മാ ബ്ലൈൻഡായിട്ട് അവരോട് കയറിയിട്ട് ഞങ്ങൾ ഇന്നടത്ത് കൊണ്ടുപോയി നന്നാക്കാൻ പോകുന്നു, നിങ്ങൾ ആ പൈസയും കൊടുത്തേക്ക് എന്ന് പറഞ്ഞാണ് ഇവന്മാർ അടുക്കുകയെന്ന് എനിക്ക് അറിയാവുന്നതാണ്. എനിവേ ഏതായാലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ചോദിച്ചു കണ്ടൻറ്റിന് നിങ്ങൾ എന്തെങ്കിലും കവറുണ്ടോ? കാരണം ഞങ്ങളുടെ അടുത്തേക്ക് ഫുള്ളി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ്, പുതിയ വണ്ടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ഫുള്ളി കവറായിട്ടുള്ള എന്തെങ്കിലും സംഭവം കാണേണ്ടതാണല്ലോ. അകത്തുള്ള വാല്യുബിൾസ് നഷ്ടപ്പെടുന്നതിന് എത്ര രൂപ അവർ കവർ ചെയ്യണം എന്നൊരു സംഭവം ഉണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ അന്ന് ഞാൻ ആ ഇൻഷുറൻസ് കവർ പോകുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 50,000 ആണ്. അപ്പോൾ ആ 50,000 കവർ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്. അപ്പം ഇവർ പറയുന്നത് കവർ കിട്ടും, നിങ്ങൾ പറയുന്നത് ഇത്ര ലെൻസുകൾ നഷ്ടപ്പെട്ടു, അതിൻ്റെ എന്തെങ്കിലും IME നമ്പറോ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മീൻസ് അതിൻ്റെ സീരിയൽ നമ്പറുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു 1-2 ലെൻസുകളുടെ ഉണ്ട്, എല്ലാത്തിൻ്റെ ഒന്നുമില്ല. കാരണം പലതും ചില പഴയ ലെൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബാറ്ററികളുടെയൊക്കെ സീരിയൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാജിക് ആംസ്, ആക്സസറീസ്, കേബിളുകൾ, ഒത്തിരി കേബിളുകളുണ്ട്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ റഫ്ലി ഒരു കുറേ ഐറ്റങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ വില പറഞ്ഞാൽ മതിയോ? അതുകൊണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. പ്രശ്നം നമ്മൾ ഈ സംഭവങ്ങളില്ല. എനിക്കത് ഇവരുടെ കണക്കൂട്ടൽ തുടങ്ങി കഴിയുമ്പോഴേക്കും മണ്ടത്തിനും പിടി കിട്ടിയാൽ ഈ ലെൻസ് എന്ന് വാങ്ങിച്ചു, ഇന്ന സമയത്ത് വാങ്ങിച്ചു, അപ്പോൾ അതിൻ്റെ റെസീപ്റ്റ്സ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ബില്ലുകളുണ്ടോ? ഇല്ല. കാരണം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലെൻസുകളാണ് പലതും. ഇവരതിന് ഡിപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ 18105 E മൗണ്ട് ലെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ 1.6 1.4 ഫോക്കൽ ലെങ്ത് സംഭവം അടിച്ചു കൊടുത്തു. അതിൻ്റെ ഒറിജിനൽ വില 600 പൗണ്ടാണെന്ന് വെച്ചു. ആ ലെൻസിൻ്റെ വില ഏതാണ്ട് അതാണ് പറയുന്നത്. ഈ സോണിയുടെ ലെൻസുകൾക്കെല്ലാം വിലയുള്ളതാണ്. അപ്പോൾ ഏതാണ്ടൊരു 600 പൗണ്ട് ലെൻസ് നമ്മൾ പറയാം 4 വർഷം പഴയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരതിനെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വിലയായിട്ട് ആ സിസ്റ്റം അങ്ങ് അസ്യൂം ചെയ്യാണ്. ഇപ്പോൾ ആ ലെൻസിന് 230 പൗണ്ടേ വിലയുള്ളൂ. 600 പൗണ്ട് ലെൻസിന് ഇപ്പോൾ 230 പൗണ്ടേ വിലയുള്ളൂ. അവർ പറഞ്ഞ യെസ്,
കാരണം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റത്തിന് ഒരു ഡിപ്രിസിയേഷൻ മോഡുണ്ട്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഇത്രയും വില വരാൻ പാടുള്ളൂ. അങ്ങനെ ഇവർ കണക്ക് കൂട്ടി വന്നപ്പോഴത്തേനും ഞാൻ ഡ്രോണിൻ്റെ കാര്യമല്ല കേട്ടോ, ബാക്കിയുള്ള ഈ ക്യാമറയുടെ അക്സസറിക്കകത്തെ സാധനങ്ങളെല്ലാം കണക്ക് കൂട്ടി ഇവർ പറയുന്നത് എല്ലാം കൂടെ കൂട്ടി ഒരു 550 പൗണ്ടേ ഉള്ളൂ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ, അല്ലെ നിയർലി 600 പൗണ്ട്സ്. ഞാൻ ചോദിച്ചു ഓക്കെ ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ അത്രയെങ്കിലും ആട്ടെ എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അത് കഴിഞ്ഞ് എനിക്കത് മണ്ടത്തരം പിടികിട്ടുന്നത് ഇവർ പറയുന്നത് ഈ സംഭവത്തിന്, അതായത് ഞാൻ ഈ വാല്യുബിൾസിന് വേണ്ടിയുള്ള പേയ്മെൻറ്റ് അവരോട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതുടനെ നോ ക്ലെയിം ബോണസിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ക്ലെയിമായിട്ട് രജിസ്റ്റർ ചെയ്യുവാണ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടലിലേക്ക് നമ്മൾ ക്ലെയിം കൊടുക്കുവാണ്. എനിക്ക് ഇത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു, അത് ക്ലെയിം ചെയ്യുന്നു. യെസ്, അതിനാണല്ലോ ഇൻഷുറൻസ്, ക്ലെയിം ചെയ്യുവാണ് ഞാൻ. അവർ പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തപ്പോൾ ഞങ്ങളോട് എഗ്രി ചെയ്തിരിക്കുന്നത് ഒരു കമ്പൽസറി എക്സസും വോളണ്ടറി എക്സസും ഉണ്ട്. 250 എങ്ങാണ്ടാണ് കമ്പൽസറി, വോളണ്ടറി എക്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് 230 കൊണ്ട്, അങ്ങനത്തെ ഒരു സംഭവമാണ്. എനിവേ എല്ലാവരുടെ കൂട്ടേണ്ട 500 സംതിങ് ഞാൻ അങ്ങോട്ട് എഗ്രി ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്നത് ഞാൻ ആ ക്ലെയിം എടുക്കുവാണെങ്കിൽ ഇവർ പറയുന്ന പോലെ അവർ പേയ്മെൻറ്റ് തരും, ഈ 600 പൗണ്ട് 700 പൗണ്ട് പേയ്മെൻറ്റ് തരും. പക്ഷേ അത് ഞാൻ ആദ്യം 500 പൗണ്ട് അങ്ങോട്ട് കൊടുക്കണം, 500 പൗണ്ട് അങ്ങോട്ട് കൊടുക്കണം. അതെന്ത് കാര്യത്തിലാണ് ഞാനത് ചെയ്യുന്നത്? 1. 2, ഞാൻ ക്ലെയിം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഇൻഷുറൻസിന് ഞാൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു അവിടെ എല്ലാം ഈ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത സ്ഥലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രീമിയം കൂടും. ഒരു കാരണവശാലും അത്തരം പ്രീമിയം കൂടാതിരിക്കാനാണ് നമ്മൾ ഈ പാടുപെടുന്നത്. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമ്മൾ പെട്ടുപോകുന്ന വഴി ഞാൻ പറഞ്ഞു തരുവാണ്. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല, എനിക്ക് ക്ലെയിം വേണ്ട, എനിക്ക് ക്ലെയിം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഈ സംഭവത്തിന് പേയ്മെൻറ്റ് കവർ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ട്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നൊരു വഴിയാണ്, നിങ്ങൾക്ക് വിൻഷീൽഡ് കവർ എന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തപ്പോൾ ഫുള്ളി കോംപ്രിഹെൻസീവ് എടുത്തത്, എന്നിട്ട് വിൻഷീൽഡ് കവറിൻ്റെയും കീ പ്രൊട്ടക്ഷനുമായിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾ മണി സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയുള്ള കോട്ടുകൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇന്ന ഫീച്ചറുകൾ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ 2 പൗണ്ട് 2.5 പൗണ്ട് 3 പൗണ്ട് തന്നെ ഓരോ സാധനത്തിൽ കൂടി വന്നുകൊണ്ടിരിക്കും. ലാഭം നോക്കി നിങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊന്നും എടുക്കാതിരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഇതാണ്. നിങ്ങൾ എടുത്ത ഇൻഷുറൻസിന് നിങ്ങൾ ക്ലെയിം ചെയ്ത് വിളിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിൻഷീൽഡ് കവർ ഇല്ല. വിൻഷീൽഡ് കവർ ഇല്ലെങ്കിൽ നിങ്ങളുടെ മാനുഫാക്ചർ എടുത്തോ നിങ്ങളുടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നിങ്ങൾ ഈ ഗ്ലാസ് ക്ലിയർ ചെയ്യുന്നു. അതിനെത്രയായോ ആ പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. പക്ഷേ അതൊരു ക്ലെയിം ആയിട്ടാണ് കയറുന്നത്. നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു, ഞങ്ങളുടെ ഗ്ലാസ് നന്നാക്കാൻ 8 രൂപയായി, എനിക്ക് ഇതിന് ഡാമേജ് പറ്റി, അത് തിരിച്ചെടുക്കണമെന്ന് അവരോട് പറയുവാണ്. നോ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷേ പ്രീമിയം അടുത്ത തവണ കൂടും. വിൻഷീൽഡ് കവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം വരത്തേയില്ല. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നതാണ്, എനിക്ക് ക്ലെയിം ഇല്ല, ഞാൻ ഇൻഷുറൻസിന് ക്ലെയിം ചെയ്തിട്ടേ ഇല്ല. പകരം ഓട്ടോഗ്ലാസ് എന്ന് പറഞ്ഞ് ഈ കമ്പനി, ഓട്ടോഗ്ലാസ്സാണ് ഈ കമ്പനി, ഇവിടുത്തെ UK-ക്കകത്ത് ഈ ഗ്ലാസ്സുകൾ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്യുന്ന കമ്പനിയാണ് അവർ. അവരുടേലേക്ക് ഈ കേസ് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അവർക്കുള്ള പേയ്മെൻറ്റ് മൊത്തം കൊടുക്കും. കാരണം അത് അവരുടെ കീഴിൽ സബ്സിഡിയറായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇവർക്കുള്ള പേയ്മെൻറ്റ് മൊത്തം കൊടുക്കും. പറയാൻ പറഞ്ഞത് ഇൻഷുറൻസ് ഈ അഡ്മിറലുമായിട്ടുണ്ട് കേട്ടോ. അഡ്മിറലാണ് എൻ്റെ ഇൻഷുറൻസ്. ഇതുവരെ എനിക്ക് അവരുമായിട്ട് യാതൊരു പ്രശ്നമില്ല. നല്ല നീറ്റായിട്ടുള്ള ഇടപെടൽ. ഞാൻ എന്നൊക്കെ ക്ലെയിം ചെയ്യാൻ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും അനാവശ്യമായിട്ടൊരു പൈസ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ പുതിയ ആൾക്കാർ ഒത്തിരി പേര് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് പൈസ കൂടുന്നു. ബട്ട് വാട്ട് ഐ ഡു ഈസ് ലൈക്ക്, ഞാൻ മൾട്ടി കാർ ഇൻഷുറൻസ് ആണ് ഓൾവേസ് ചെയ്യുന്നത്. അത് വീട്ടിലുള്ള എല്ലാ കാറുകളും ആ ഒറ്റ പോളിസിക്കകത്ത് കയറ്റും. അല്ലാതെ ഞാൻ ഒരു കാർ മാത്രമായിട്ട് ചെയ്യത്തില്ല. എത്ര കാറുകൾ കയ്യിലുണ്ടോ അതെല്ലാം അവർ വഴി തന്നെ കയറ്റും. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഉപകാരമുള്ള ഇൻഷുറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ക്ലെയിം കഴിഞ്ഞപ്പോഴും എനിക്കത് ഉപകാരപ്പെട്ടതായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. ഞങ്ങളുടെ 2 വണ്ടികളും 2020 മോഡൽ വണ്ടികളാണ്. അപ്പം തീർച്ചയായിട്ടും പുതിയ വണ്ടികൾക്ക് ഇൻഷുറൻസ് കിട്ടുന്ന ക്ലെയിമും കൂടുതലാണ്. ഇവരുടെ കോട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരുടെ കോട്ട് കുറവാണ് പലരെയും വെച്ച് നോക്കി. ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് 250 പൗണ്ടോളം ഒരു മാസം അടയ്ക്കുന്നുണ്ട് ഇൻഷുറൻസ് മാത്രം. എനിവേ ഇവർ ഓട്ടോഗ്ലാസ് പറഞ്ഞ കമ്പനിക്ക് ഇത് ഫോർവേഡ് ചെയ്തു. ആ കമ്പനി അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഈ കമ്പനി ചെയ്യാൻ പോകുന്നത് അവരൊരു പേയ്മെൻറ്റ് എടുക്കും. അവിടെ സർവീസ് ചാർജായിട്ട് അവർ 115 പൗണ്ട്സ് നിങ്ങളിൽ നിന്ന് വാങ്ങിക്കും. 115 കൊണ്ടു ഈ ഓട്ടോഗ്ലാസ് പറഞ്ഞ കമ്പനിയുടെ ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ അവർക്ക് ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഡേറ്റ് സ്ലോട്ടും തന്നിട്ട് അവർ വന്ന് നിങ്ങളുടെ മോഡൽ കാറിൻ്റെ ഫുള്ള് സംഭവങ്ങൾ അവർ ക്ലീൻ ചെയ്ത് പുതിയ പിടിപ്പിച്ചിട്ട് പോകും. അതിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം പോകത്തേയില്ല. നല്ല കാര്യമാണല്ലോ. ഞാനത് എഗ്രി ചെയ്തു. അടുത്ത കോൾ വന്നത് ഓട്ടോഗ്ലാസിൻ്റെയാണ്. ഓട്ടോഗ്ലാസ് പറഞ്ഞു നോക്ക് നിങ്ങൾ ഇന്ന ആളുടെ കീഴിലാണോ? അപ്പോൾ ഞാൻ പറയാം അതെ. പോളിസി നമ്പർ പറയുക. പോളിസി നമ്പർ പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പോളിസി നമ്പർ വെച്ച് ഓട്ടോഗ്ലാസ് അഡ്മിറലിന് ക്ലെയിം ചെയ്യുവാണ്, ഇത് ഇന്ന ക്ലയൻറ്റിൻ്റെ സംഭവം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു, നിങ്ങളാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നോ പ്രോബ്ലം. എനിക്ക് പോയത് 115 പൗണ്ടേ ഉള്ളൂ. അന്നേരം തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ അവർ എന്ന് വരും, നന്നാക്കാൻ എന്ന് വരും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. അതവിടെ കൊണ്ട് കഴിഞ്ഞു. മറ്റുള്ള കമ്പനികളെയാണ്, ക്യാമറ കമ്പനിയാണ് പിന്നെ ഞാൻ വിളിക്കുന്നത്. ക്യാമറയുടെ ഇൻഷുറൻസ് എനിക്ക് സംഭവത്തിനകത്തുണ്ടായിരുന്നു. അവരുടെ പോയിൻ്റ് അനുസരിച്ച് എക്സസും പ്രശ്നങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് എല്ലാത്തിൻ്റെ സീരിയൽ നമ്പർ വേണം. ഞാൻ കാണിച്ച മണ്ടത്തരം, ഞാൻ അന്ന് ഈ കമ്പനിയുടെ ഇൻഷുറൻസ് ഇതിനു വേണ്ടി എടുക്കുമ്പോൾ ബാർക്ലേസിൻ്റെ ഒരു ടെക് ഇൻഷുറൻസ് ഉണ്ട്, അവരെ ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ മെയിൽ അയച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിനും ഇതേ മറുപടി എനിക്ക് കിട്ടി. അതുകൊണ്ട് രണ്ടോട് ഒരുമിച്ച് പറയുകയാണ്.
ഓരോ വസ്തുവിൻ്റെ സീരിയൽ നമ്പർ എനിക്ക് 3 ലെൻസ് ഉണ്ടല്ലോ, 5 ലെൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് വെച്ചു. അപ്പോൾ അതിൻ്റെ ലെൻസിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് പോളിസിയുടെ അകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിച്ച ലെൻസ് അല്ല. ഒരു വർഷം ചിലപ്പോൾ ഒരെണ്ണം മാച്ച് കാണും, അടുത്ത വർഷം 2 മാച്ച് കാണും, പിന്നെ ഒരു വർഷം ചിലപ്പം ഒരെണ്ണം വേറെണ്ണം മാച്ചിട്ട് വേറെണ്ണം എടുത്ത് കാണും, അങ്ങനെ പലതും കാണും. ഇതൊന്നും സീരിയൽ നമ്പറുകൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്ഡേറ്റ് ചെയ്യാത്ത സീരിയൽ നമ്പർ വെച്ച് ഇവന്മാർ ഒരു തരത്തിൽ സാധനം തരത്തില്ല. ഇവർ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പ്രൈസ് അല്ല, ഞങ്ങളൊരു പ്രൈസ് പറഞ്ഞിട്ട് ഞങ്ങൾ വേണേൽ അങ്ങനെ കവർ ചെയ്യാം. അത് നമുക്ക് വീണ്ടും ഗുണമില്ല. കാരണം ഇവർ തരാൻ പോകുന്നത് നമുക്ക് അൺഷുവർ ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. അസിസ്റ്റൻറ്റ് ഡിസൈഡ് ചെയ്യും അത്രേ. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ മുമ്പോട്ട് പോകുന്നില്ല. അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ അടച്ചുകൊണ്ടിരുന്ന ക്ലെയിം 10 പൗണ്ടിൻ്റെയാണ്. അല്ല, പോളിസി ഈ ബാർക്ലേസിന് അടയ്ക്കുന്ന ടെക് ഇൻഷുറൻസിൻ്റെ പോളിസി 10 പൗണ്ടിൻ്റെയാണ്. അതിൻ്റെ 2500 പൗണ്ടിൻ്റെ കവറുണ്ടായിരുന്നു. പ്രോബ്ലം പറ്റുന്നത് അവർ പറയുന്നത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തവണ പ്രീമിയം കൂടത്തിലെന്ന് ചോദിക്കുമ്പം അത് ചിലപ്പോൾ കൂടുമായിരിക്കും. ഇതെനിക്ക് അനുഭവമുണ്ട്. ഒരു TV തട്ടിപ്പൊട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം മാറ്റിയ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഉറപ്പായിട്ട് അടുത്ത വർഷം പ്രീമിയം കൂടുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു, നിങ്ങളങ്ങനെ പ്രീമിയം കൂട്ടുമോ? ചിലപ്പോൾ കൂടുമായിരിക്കും. സിസ്റ്റമാണ് അത് ഡിസൈഡ് ചെയ്തത്, ഞങ്ങളല്ല. നിങ്ങളൊരു ക്ലെയിം ചെയ്തെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം പ്രീമിയം കൂടാൻ ചാൻസ് ഉണ്ട് എന്നങ്ങ് പറഞ്ഞു നിർത്തി. ഓട്ടോമാറ്റിക്കാണ് നമ്മൾ അവർ വിടുന്ന പരിപാടി നിർത്തി. ഈ ടൈപ്പ് ഡ്രോണുകൾ എടുക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. DJI കെയർ റിഫ്രഷ് എന്നും DJI കെയർ എക്സ്പ്രസ് എന്നും 2 ടൈപ്പുള്ള ഇൻഷുറൻസുകൾ അവർക്കുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തു വെച്ചോണം. കാരണം ഈ വസ്തു മാത്രം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. എപ്പോൾ വേണ്ടി ഒരു കാറ്റടിക്കുക, ഒരു പക്ഷി വന്നിടിക്കുക, അല്ലെങ്കിൽ മരച്ചിടെ വന്നിടിക്കുക, എപ്പോൾ വേണ്ടും പോകാൻ പറ്റുന്ന വസ്തു. വീണ്ടും എനിക്കത് ഗുണപ്പെടാൻ കാര്യം, ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ വർഷം ഒരു ക്ലെയിമേ ചെയ്തിട്ടുള്ളൂ. യെസ്, നിങ്ങളൊരു ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം അടുത്ത ക്ലെയിം വരുന്നു. അപ്പോൾ എനിക്ക് ആകെ പേടിയുള്ളത് ഇവർ സ്റ്റോളൻ പ്രോപ്പർട്ടി കവർ ചെയ്യുന്നതായിട്ട് ഒരിടത്തും അതിനകത്ത് എഴുതിയിട്ടില്ല. ഞാൻ വിശദമായിട്ട് സാധനമൊക്കെ വായിച്ച് നോക്കി. സ്റ്റോളൻ പ്രോപ്പർട്ടി ഒരിടത്തും എഴുതുന്നില്ല. സ്റ്റോളൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ഞങ്ങൾ തുറ തരുന്നവർ പറയുന്നില്ല. പക്ഷേ ഫ്ലൈ അവേ ചെയ്യുന്ന സാധനം തരും, കടലിൽ പോകുന്നത് തരും, പക്ഷി ഇടിക്കുന്നത് തരും, ആക്സിഡൻറ്റ് പറ്റി ഒടിഞ്ഞു പോകുന്നത് തരും, അതിനെല്ലാം ഇവർ തരും. പക്ഷേ എനിക്കറിയാം ഇവർ ചോദിക്കാൻ പോകുന്ന സാധനം തന്നെ. കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ മരത്തെ ഇടിച്ച് സാധനം പോകുമ്പം അവരിനോട് അതിൻ്റെ വീഡിയോ ലോഗ് ചോദിച്ചു. നമുക്ക് ഓരോ തവണ പൊങ്ങുമ്പോൾ അതിനൊരു ഫ്ലൈ ലോഗുണ്ട്. നമുക്ക് ആ രജിസ്റ്റർ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോളറിനകത്ത് ഒരു ലോഗ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അവർ ആ ലോഗിൻ്റെ കോപ്പി ചോദിക്കും. അവർ വെരിഫൈ ചെയ്യും നമ്മൾ പറഞ്ഞ സ്ഥലത്ത് വെച്ചാണോ, ആ ലൊക്കേഷനിൽ, ആ ജിയോ ലൊക്കേഷനിൽ വെച്ചാണോ ഇത് ഉണ്ടായെന്ന് അവർ വെരിഫൈ ചെയ്യും. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കറിയാം ഇതൊക്കെ ഇവർ ചോദിക്കുന്നറിയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ പറഞ്ഞു, എല്ലാ സാധനം നഷ്ടപ്പെട്ടു. എൻ്റെ ഈ ലോഗ് എടുക്കാനായിട്ട് സാധനങ്ങളൊന്നുമില്ല, എൻ്റെ മറ്റുള്ള ഒരു തരത്തിലുള്ള കണ്ടൻറ്റും ഇല്ല. പക്ഷേ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് വെർച്വൽ അസിസ്റ്റൻറ്റ് സമ്മതിക്കത്തേയില്ല. അതൊരു വെർച്വൽ അസിസ്റ്റൻ്റാണ്. ഫോൺ വിളിക്കുമ്പോൾ വർത്താനം പറഞ്ഞത്. അവരതിന് ക്ലെയിമായിട്ട് രജിസ്റ്റർ ചെയ്തു. DJIയുടെ ഇൻഷുറൻസിനകത്ത് ഒരു ക്ലെയിമായിട്ട് രജിസ്റ്റർ ചെയ്തു. റീപ്ലേസ്മെൻറ്റ് കിട്ടാതിരിക്കുക, നിങ്ങളെ ആൾ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞത്. പിന്നെ എനിക്ക് വരുന്ന കോൺടാക്റ്റ് അത് അന്നേരം പിന്നൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇവരുടെ പുറകെ അടക്കുവാണ്. ഈ പാർക്കിംഗ് കമ്പനിയെ കോൺടാക്ട് ചെയ്തു. പാർക്കിംഗ് കമ്പനി അതിനകത്ത് കോമഡി അടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലും ഡീൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ റിയലി സോറി അബൌട്ട് വാട്ട് ഹാപ്പൻ. ഞങ്ങൾ നിങ്ങളുടെ ഫുള്ള് സംഭവം റീഫണ്ട് ചെയ്യാം. നിങ്ങൾ ഇട്ട 40 പൗണ്ടിൻ്റെ പേയ്മെൻറ്റ് ഞങ്ങൾ റീഫണ്ട് ചെയ്യാം. അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ നിലവിൽ ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കവറും ഇല്ല. ഞാൻ പിന്നെ നിങ്ങൾ എന്ത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് 2 CCTV ക്യാമറ വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അപ്പോൾ ഇവരുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ CCTV ക്യാമറ ഞങ്ങൾ കൈമാറാൻ തയ്യാറാണ് പോലീസിന്. പക്ഷേ പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെടണം. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഒരു തരത്തിലും ഈ സംഭവത്തിനകത്ത് നിങ്ങൾക്ക് തരത്തില്ല. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫുട്ടേജ് മൊത്തം എനിക്ക് തരണമെന്ന് പറഞ്ഞില്ല. 3 മണിക്കൂറിൻ്റെ ഫുട്ടേജ് ഉണ്ട്, എനിക്ക് തരണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഞാൻ ആകെ ചോദിക്കുന്നത്, ഈ ഒരു വെഹിക്കിളിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം. അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് കാണാൻ എന്തുകൊണ്ട് ഒരു ഫോട്ടോ എവിഡൻസോ അല്ലെങ്കിൽ ഒരു വീഡിയോ എവിഡൻസ് അങ്ങനത്തെ എന്തെങ്കിലും സാധനം. കള്ളൻ്റെ GDPR അങ്ങനത്തെ വസ്തുണ്ട് ഇവിടെ. കള്ളനൊരു സുരക്ഷിതത്വമുണ്ട്. കള്ളൻ അവർക്കെതിരെ കേസിന് പോയി കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അത്രേ. ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്കിതിനകത്ത് ഒരു വിലയില്ല. ഈ പൈസയിൽ നിന്ന് ഈ വണ്ടി നിങ്ങളുടെ അടുത്ത് പാർക്ക് ചെയ്ത് എനിക്ക് ഒരു വിലയില്ല. നിങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങളുടെ കേസ് കേട്ട് ഞങ്ങൾ ഇപ്പോൾ ആളെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തോ ഒരു സാറാണ്, ഒരു പുള്ളിക്കാരി, അത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം വേണം അത് ചെക്ക് എടുക്കാൻ വേണ്ടി. ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി നിർത്താം. ഞാൻ എന്നിട്ട് പോലീസുകാർ ഞങ്ങളോട് ഇങ്ങോട്ട് വരും. ബോട്ട് വിട്ടുതരുമെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ബോട്ട് വിട്ടുതരില്ലെന്ന് പറയും. പണ്ടത്തെ പഞ്ചാബി ഹൗസ്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ഞാൻ ചോദിച്ചത്, നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള എവിഡൻസിനും സംഭവത്തിനെക്കുറിച്ച് എന്തെങ്കിലും എവിഡൻസ് എനിക്കിതാ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം അതും ഇതുപോലെ ചാറ്റാണ്. നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും, ചാറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടത്തില്ല. ആൾ സംസാരിക്കുന്നില്ല നമ്മോട്. കാരണം അന്ന് ഞായറാഴ്ചയാണ്, അന്ന് ആൾ സംസാരിക്കുന്നില്ല. അപ്പം പോലീസുകാരനുടനെ വിളിക്കുന്നു. ഇവർ വർത്തമാനം പറഞ്ഞ് ഒന്നും എടുക്കാതാകുന്ന സമയത്ത് പോലീസുകാരനെ വിളിക്കുന്ന വർത്തമാനം കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലിയ കൗതുകത്തിലാണ് വിളിക്കുന്നത്. പുള്ളി എന്തോ ഇപ്പം മല മറിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? അവിടെ CCTV ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ പറയാം, അതല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അവിടെ 2 CCTV ഉണ്ട്, അതിൻ്റെ കീഴിലാണ് ഞാൻ പാർക്ക് ചെയ്യുന്നതല്ലേ പറഞ്ഞത്. അത് രണ്ടാമത്തെ കാര്യം. ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യം ഞങ്ങൾ നിന്നെ അറിയിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ അപ്ഡേറ്റ് ആണിത്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ഒരു ഗതികെട്ട നേരം. ഞാൻ പറഞ്ഞു, ശരി സാർ, 2 CCTV ഉണ്ടെന്ന് എനിക്കും അറിയാം. ഞാൻ താങ്കളുടെ കണ്ടുപിടുത്തത്തെ അംഗീകരിക്കുന്നു. ഇനി അടുത്ത എന്താണ് സ്റ്റെപ്പ്? നമ്മൾ രണ്ടുകൂടെ കൂടി ആ കമ്പനിയെ വിളിക്കാൻ പോകണം ഞായറാഴ്ച. ഞാൻ ചോദിച്ചു, ഞായറാഴ്ചയോ? കമ്പനിയിൽ ആരെങ്കിലും കാണുമോ?
അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളിപ്പോൾ അവരെ വിളിക്കാൻ പോവാണ്. അവർക്കൊരു കസ്റ്റമർ കെയർ കാണണം, അവരതിന് ആൻസർ ചെയ്യണം. ഞങ്ങൾ പോലീസ് വിളിക്കുവാണ്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് ശരിയായിരിക്കും, പോലീസ് വിളിക്കുന്നതിന് വേറെ വേറെ പ്രത്യേകം കാണുമായിരിക്കും, നമ്മൾ വിളിക്കുന്നവരല്ലല്ലോ. അവർ വിളിച്ചു, ഒരു ബെല്ലടിച്ച് നിന്നു. പിന്നെ അടുത്ത ബെല്ലിന് പുള്ളി പറഞ്ഞു ആ ബെല്ല് നിന്ന് പോയി കേട്ടോ. കാരണം എനിക്കറിയത്തില്ല, ഇവർ എന്നെ ഹോൾഡ് ഇട്ടിരിക്കുക. അവർ കണക്റ്റ് ആകുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം അത്രേ ആ കമ്പനിക്കാരനോട്. ഈ പറഞ്ഞ് ഞങ്ങൾ പോലീസിലായിട്ട് നിൽക്കുന്നു, ഈ ക്ലയൻറ്റ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിക്ടിം, അപ്പോൾ വിക്ടിമിൻ്റെ കാര്യങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാളും ബെറ്റർ ആണെന്ന്. ഞാനിവിടുത്തെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കേസ് നടക്കുന്നത്. ആർക്കറിയാം? എനിവേ പണ്ടാരടങ്ങാൻ വേണ്ടി ഒരു നമ്പർ നിന്ന് പോയി. അടുത്ത നമ്പർ എമർജൻസി നമ്പർ വിളിക്കാൻ പോകണം, ഔട്ട് ഓഫ് വേഴ്സ്. ഞാൻ പറഞ്ഞു ഓക്കെ വിളിച്ചു. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ആ നമ്പർ നിന്ന് പോയി. ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നിങ്ങളത് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ കേസ് രജിസ്റ്റർ അപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ പൊട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട്, നീ പൊട്ടനാണല്ലോ, അതുകൊണ്ട് നിനക്കൊന്നും മനസ്സിലായില്ലോ, അതുകൊണ്ട് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നോ, എനിക്ക് എക്സ്പ്ലനേഷൻ വേണ്ട. ഐ നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. What I'm asking is, what is your step? What did you do actually? Other than just writing just jotting down something on your paper, what exactly did you do all this day? അത് നിൻ്റെ കാറിനകത്ത് ഫോറൻസിക് എവിഡൻസ് ഇല്ല. ഞാൻ വെറുതെ ഒരുമാതിരി പന്നവർത്താനം പറയരുത്, എൻ്റെ രീതിക്കുള്ളതാണ് കേട്ടോ, തെറിയൊന്നുമല്ല. എന്നാലും ഞാൻ പറയുന്നത്, ടോക്കിംഗ് അബൌട്ട് നോൺസെൻസ് ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് എ പൊസിഷൻ. നിങ്ങളുടെ പോലീസ്മാനായിട്ടൊന്നും ഇത്രയും നോൺസെൻസ് പറയുന്നത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നു. ഞാൻ ഇന്നലെ ഈ കേസ് പറയുമ്പോൾ മുതൽ ചോദിക്കുന്നതാണ്, ഈ വണ്ടി ഇവിടുന്ന് അനക്കാതെ ഇടണോ, ഒന്നും ക്ലെയിം ചെയ്യാതെ ഞാൻ ഫോറൻസിക് എവിഡൻസ് കീപ്പ് ചെയ്യണോ, ഒക്കെ ഞാൻ ചോദിച്ചാണ്. ഇന്ന് രാവിലെ ഞാൻ ഈ കേസ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചതാണ്, ഞങ്ങളിത് തുടയ്ക്കാതിരിക്കണോ, ഞങ്ങൾ റിപ്പയർ ചെയ്യാതെ ഈ കാർ ഇവിടെ കീപ്പ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചല്ലേ. നിങ്ങളെന്നോട് ഒന്നും വേണ്ട കൊണ്ടൊക്കെ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 400 മീറ്റർ അല്ലേ, ഡിസ്റ്റൻസ് 400 മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ അവിടെ ആയതുകൊണ്ടായ എന്നെ ചെയ്യും, നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പാലക്കാട് പോയി. പാലക്കാട് സ്റ്റേഷനിൽ ആരും വന്നിട്ട് ഇത് നോക്കണ്ടേ, അല്ലാതെ എറണാകുളത്ത് നടന്ന സംഭവത്തിൽ എറണാകുളത്ത് പോലീസുകാരൻ ഈ വീട്ടിൽ വരുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാനത് രാവിലെ ചോദിച്ചതാണ്, എൻ്റെ ലോക്കൽ സ്റ്റേഷനിൽ ആരും വരുമോ എന്ന് ഞാൻ ചോദിച്ചതാണ്. നിങ്ങളതൊന്നും വരത്തിരുന്നല്ലേ പറഞ്ഞേ. അല്ല, ഇതെല്ലാം കഴിഞ്ഞു പോയില്ലേ, അവർ പറയുന്നത് ഒഴിവാകുന്ന രീതിയാണ്. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കാർ റിപ്പയറിന് അയച്ചു. ഞാൻ പറഞ്ഞു അയച്ചില്ല, കാർ ഇവിടെ കിടക്കുക, റിപ്പയർ ഞാൻ വർക്ക്ഷോപ്പിലോട് കൊണ്ടുപോയിട്ടില്ല. പുള്ളി ഒരു സെക്കൻഡ് ഹോൾഡായി. കാരണം പുള്ളിക്ക് ഇനി അടുത്ത എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു. പുള്ളി ഇതിൽ പറഞ്ഞ എവിഡൻസുകളൊന്നും നിങ്ങൾക്ക് എവിഡൻസ് ആയിട്ട് കിട്ടാൻ പറ്റുന്നു, നിങ്ങൾ അവിടെ ടച്ച് ചെയ്തു. ഞാൻ ടച്ച് ചെയ്തു, കാരണം ഗ്ലാസ് ക്ലീൻ ചെയ്താൽ സാധനം അടയ്ക്കാൻ പറ്റത്തില്ലോ. ടച്ച് ചെയ്തു, അപ്പോൾ എവിഡൻസ് പോയി. ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാം കൂടി മിക്സായി കിടക്കുകയാണ്, ഞങ്ങൾക്ക് എവിഡൻസ് നഷ്ടപ്പെടും. അതായത് ഞാൻ നിങ്ങൾ വന്ന് നോക്കേ, അങ്ങനെ ഇങ്ങോട്ട് വന്ന് നോക്കുകയും ചെയ്യും. അത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഓൾറെഡി ബാഗുകൾ വേറെ ഒന്നും ടച്ച് ചെയ്ത സാധനങ്ങളുടെ ബാക്കി കിടപ്പില്ല, അവരുടെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ രക്തമോ എന്തെങ്കിലും അവിടെ കിടപ്പുണ്ടോ? ഞാൻ പറയാം, അത് ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ പോകുന്നില്ലേ, ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് തരാം. അതൊന്നും അവർക്ക് വേണ്ട. അവർക്കിത് എങ്ങനെയെങ്കിലും ഈ പേര് പറയുന്നത് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അവസാനം പുള്ളി പറഞ്ഞു, ഞാൻ ഈ കേസ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേറൊരു എവിഡൻസ് കിട്ടാത്തതുകൊണ്ടും പാർക്കിംഗ് കമ്പനിയുടെ യാതൊരു അത്ര ഹെൽപ്പ് കിട്ടാത്തതുകൊണ്ടും എനിക്ക് ഈ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരുവാണ്. ഞാൻ ചോദിച്ചു, പിന്നെ നമ്മൾ എന്തിനാണ് ഇത്ര നേരം, ഇന്നലെ മുതൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇത്രയും കോൾ ചെയ്ത് എന്തിനാണ്? നമ്മുടെ ഭാഗത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞങ്ങൾ അവരുടെ കൂടെ തിരിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കേൾപ്പിച്ചു. നമ്മുടെ രണ്ടുപേരും മനസ്സിലാക്കി എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും പേരോ എവിഡൻസോ കള്ളൻ്റെ പേരോ കള്ളൻ്റെ ഫോട്ടോയോ കള്ളൻ ഓടിപ്പോകുന്ന വീഡിയോ ഒന്നും നിങ്ങളുടെ ഇല്ലാത്തതിനാലും പാർക്കിംഗ് കമ്പനി CCTV ഉടമസ്ഥർക്ക് അത് നിങ്ങൾക്ക് തരാൻ കഴിയാത്തതിനാലും ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ കേസ് ഇവിടെ കൊണ്ട് വിടണോ? ഞാൻ വിടത്തില്ല, എനിക്ക് ഇത്രയും രൂപയുടെ നഷ്ടമുണ്ട് ഇതിനകത്ത്, ഞാൻ വിടത്തില്ല. പുള്ളി പറഞ്ഞു, നോ, ഐ എം നോട്ട് ആസ്കിങ് യു ടു സ്റ്റോപ്പ് ഇറ്റ്, ബട്ട് വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക്, നിങ്ങൾ ഈ പാർക്കിംഗ് കമ്പനിയെ വിളിക്കണം, ബോട്ട് വിട്ടുതരുമോ എന്ന് ചോദിക്കണം. ബോട്ട് വിട്ടുതരില്ല എന്നവർ പറയും, അങ്ങനെ തന്നെ പറയും കേട്ടോ. നിങ്ങൾ അവരോട് ചോദിക്കണം, ഫോട്ടോ എവിഡൻസ് തരാമെന്ന് ചോദിക്കണം. അപ്പോൾ എനിക്കറിയാമല്ലോ എന്നെ കിട്ടാൻ പോകുന്ന മറുപടി എന്നുള്ളത്. അവർ പറയും ഫോട്ടോ എവിഡൻസ് തരാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ അതിന് പുള്ളി പറഞ്ഞ റീസൺ ഇതാണ്, പോലീസിൻ്റെ സമയമില്ല, നിങ്ങൾ ഈ 8:30 മുതൽ തുടങ്ങിയിട്ട് 11:45 വരെയുള്ള ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പോലീസിന് സമയമില്ല. ഞാൻ ചോദിച്ചു, അപ്പം പിന്നെ ആരത് ചെക്ക് ചെയ്യുന്നത്? അത് ആ പാർക്കിംഗ് കമ്പനി ചെക്ക് ചെയ്യും, അവരുടെ ഉത്തരവാദിത്തമാണത്. ഞാൻ അവരുടെ പോളിസി നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരാം. പാർക്കിംഗ് കമ്പനിയോട് നിങ്ങൾ ചോദിക്കണം, ഇങ്ങനൊരു വസ്തു ഏത് ടൈമിലാണ് എക്സാക്ട്ലി ഉണ്ടായത്, അതിനെന്തെങ്കിലും എവിഡൻസുകളുണ്ടോ, ഉണ്ടെങ്കിൽ ആ പറഞ്ഞ വസ്തു നിങ്ങൾക്ക് ക്ലിയറായിട്ട് അവർ ഫോട്ടോ അയച്ചു തരാനൊന്നും പോകുന്നില്ല. ഞാൻ പറയും, പിന്നെ എന്തിനാണ് ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്നത്? നിങ്ങൾ ആ സമയം വെരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വെരിഫിക്കേഷൻ, ഒരു എവിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഞങ്ങളൊരു എവിഡൻസ് ലിങ്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കാൻ പോവുകയാണ്. ഒരു എവിഡൻസ് ഫോം, ഒരു ഓൺലൈൻ ഫോമാണത്. ഞാൻ എല്ലാം വരുന്നുണ്ട് കേട്ടോ, അതിനെന്തായാലും മെയിൽ വന്നുകൊണ്ടിരിക്കുക, ഞാൻ കമ്പ്യൂട്ടർ മുമ്പിൽ കേട്ടോണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്, ഒരു എവിഡൻസ് ഫോം വരുന്നു. അതിനകത്ത് നമുക്കിനി പുതിയ ഫോട്ടോയോ ഡോക്യുമെൻറ്റോ വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇടയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പാർക്കിംഗ് കമ്പനിയായിട്ട് അടി പിടിച്ച് വാങ്ങിച്ചെടുക്കണം, എന്നിട്ട് ഇവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അവരിപ്പോൾ ഈ ക്ലോസ് ചെയ്യാൻ പോവുകയാണത്ര കേസ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിനി ഒന്നും പറയാനില്ലോ. നോ, ഞാൻ നിന്നെ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നു, കേസ് ക്ലോസ് ചെയ്യുന്നില്ല ഞങ്ങൾ, പക്ഷേ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണിത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കേസ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നീ എന്ത് എവിഡൻസ് കൊണ്ടുവന്നാലും ഇത് വീണ്ടും റീ ഓപ്പൺ ആയിട്ട് ഞങ്ങൾ അന്വേഷിക്കും.
ഞാൻ പറഞ്ഞു ഈ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് സംഭവം മാനം മുട്ട കയറി പോകത്തില്ല, ഇത് എവിടെയെങ്കിലും വിറ്റ് പോകത്തില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് ഇപ്പോഴല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ ഞാൻ തന്നു, ഡ്രോണിൻ്റെ ബാറ്ററിയുടെ സീരിയൽ നമ്പർ തന്നു, ഡ്രോണിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു കേട്ടോ, പക്കയായിട്ട് ഞാൻ കൊടുത്തായിരുന്നു. ആ ലെൻസുകളും ബാറ്ററികളും ആക്സസറീസും ഒക്കെ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവസാനം ഫോൺ വെക്കുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു കേസ് ക്ലോസ് ചെയ്യുകയാണ്. എനിക്ക് വന്ന സങ്കടത്തിന് കൈ കണക്ക്, കാരണം അവരൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ഞാനൊന്നും ചെയ്യില്ല കേട്ടോ, ഞാൻ ചെയ്യൂല, ഞാൻ പൊട്ടനാണ് കേട്ടോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ കലിപ്പുണ്ട്. അതാണ് എനിക്കത് ഫീൽ ചെയ്തത്. എനിവേ അവർ കേസ് ക്ലോസ് ചെയ്ത് നമ്മൾ വെച്ചു പോയി. ഒരു എവിഡൻസിലേക്കും അങ്ങനത്തെ കുറേ ഇമെയിലുകളൊക്കെ വന്നു. കാറിൻ്റെ കഥയ്ക്കകത്ത് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തീരുമാനമൊക്കെ ഉണ്ടാക്കി. അവർ ആദ്യം വന്നു, ഇന്നലെയായിരുന്നു അവർ ആദ്യം വന്നു, 20-ാം തീയതി ആയിരുന്നു വന്നിരുന്നത്, അല്ല 26-ാം തീയതി വന്ന്, ഇന്നലെ വന്നിട്ട് പറ്റിപ്പോയത് പറഞ്ഞാൽ സാധനം എല്ലാം അഴിച്ചതുണ്ട്, വീഡിയോസ് ഞാൻ കാണിക്കാം. സാധനം എല്ലാം അഴിച്ചിറക്കി 2 വണ്ടിയൊക്കെ വന്നു, സംഭവം അടിപൊളിയായിരുന്നു. അവർ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ പാനലുകളും ആ ലൈനിങ്ങും അഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് റേഡിയോയും ഇതിലുള്ള ഇലക്ട്രിക് കണക്റ്റേഴ്സും എല്ലാം നമ്മുടെ വണ്ടി ഇരിക്കുന്ന ഗ്ലാസ്സിന് എക്സ്ട്രാ ആണ്. അവർ പറയുന്ന ആ സംഭവം പിടിപ്പിച്ചിരിക്കുന്നത് അവർ കൊണ്ടുവന്ന ഗ്ലാസ് കറക്റ്റാണ് നല്ലതുണ്ട്. അപ്പോൾ ആ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീണ്ടും സ്റ്റക്കാകണം. അപ്പം അവരുടെ ഫോൾട്ടല്ല, ബുക്ക് ചെയ്തത് ഇങ്ങനെയാണ്, ഇവരല്ല ടെക്നീഷ്യൻസ് അല്ലാതെ ബുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം ബുക്ക് ചെയ്ത ആൾക്കാരുടെ ഫോൾട്ടാണ്. എന്നാലും ബേസിക്കലി സംഭവിക്കുന്നത് നമുക്കിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അവർ കൊണ്ടുവന്ന ഗ്ലാസ്, ഇപ്പോൾ ഞാൻ കാണിച്ച ഗ്ലാസ്സില്ല, ആ ഗ്ലാസ് അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ആ ഗ്ലാസ്സിനകത്ത് 2 കണക്റ്റേഴ്സ് വേണം, അതായത് 4 കണക്റ്റേഴ്സ് വേണം. അതുപോലെ റേഡിയോ ആൻറ്റിനയുടെ വേറെന്തൊരു സംഭവം, അതേ തന്നെ ആൻറ്റിന കണക്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അതിനകത്തുനിന്ന് വേറെന്തൊരു പാനൽ, എന്തോ സാധനം 2 കട്ട പോലെ 2 സാധനം പുറത്തുകൂടെ വെച്ച് പറഞ്ഞു, അതുപോലത്തെ 2 സാധനം ആ ഗ്ലാസ്സിൽ തന്നെ വേണ്ടതാണ്. അപ്പോൾ ഇച്ചിരി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഇനിയും അതൊന്ന് റീബുക്ക് ചെയ്തിട്ട് വീണ്ടും വരാമെന്നാണ് ശ്രമിക്കുന്നത്. എനിവേ ഏതായാലും പക്ഷേ നമുക്ക് ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അതായത് നമുക്ക് ഓട്ടോ ഗ്ലാസ്സിനകത്ത് ആണ് നമ്മുടെ മെയിനായിട്ടുള്ള ഓപ്ഷൻ. ഇത്തരം സീനുകൾക്കകത്ത് ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് വേറൊരു ഓപ്ഷനിലോട്ട് മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതിനാണ് ഈ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞു ഇനി എന്നാ ചെയ്യാൻ പറ്റും. അവർ തന്നെ അപ്പോളജൈസ് ഒക്കെ ചെയ്തിട്ട് അവർ തന്നെ വിളിച്ച് എല്ലാം റീബുക്ക് ചെയ്തു. എന്നിട്ട് ഇന്ന് 27-ാം തീയതി രാവിലെ വരാമെന്ന് പറഞ്ഞു. രാവിലെ വന്നു കേട്ടോ, രാവിലെ 9 മണിയായപ്പോൾ വന്ന് കയറി. അതിന് മൊത്തം കാര്യങ്ങളും പ്രോപ്പറായിട്ട് സംഭവങ്ങളും, ഒരു പുള്ളിക്കാരൻ മാത്രമേ വന്നു, ഇന്നലെ വന്നതിനകത്ത് ഒരു പുള്ളിക്കാരൻ വന്നു. പുള്ളി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു, എല്ലാ സാധനങ്ങളും അവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ അതിനകത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് അത് ഞാൻ ടയോട്ട വിളിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ലൈക്ക് 800 പൗണ്ട്സാണ് ഇത് പറയുന്നത്. അത്രയാവും ആ ഗ്ലാസ്സിൽ മൊത്തം. അവർ പറഞ്ഞ കോട്ട് 800 പൗണ്ട്സാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലാവരും കൂട്ടി 115 പോകേണ്ടേ ഉള്ളൂ. 115 പോകേണ്ടത് ഇവർ വന്ന് ഇതേ പക്കാ നീറ്റായിട്ട് സാധനം ചെയ്തു. അരമണിക്കൂർ വണ്ടി അനക്കരുത്, കാരണം ഈ കോട്ട് ചെയ്യുന്ന ഗമ്മ് പിടിക്കാൻ വേണ്ടി അരമണിക്കൂർ അനക്കരുത്. പിന്നെ കുറേയേറെ ഗ്ലാസ് അവർ ക്ലീൻ ചെയ്തു. ആ പുറത്തെയുള്ള ഗ്ലാസ്സുകളും ഈ പൊട്ടിക്കിടക്കുന്ന പീസുകളൊക്കെ അവർ ക്ലീൻ ചെയ്തെടുത്തു. പക്ഷേ നമുക്കിപ്പോഴും കേൾക്കാം വണ്ടി ആ മറ്റേ ബൂട്ട് തുറന്ന് മുകളിലോട്ട് വെച്ച് കഴിയുമ്പോൾ ആ അകത്തെ ആ ലോഹ ഡോറുണ്ടല്ലോ, ആ ഡോറിനകത്ത് ചിരി 20 കുഞ്ഞു കഷ്ണങ്ങൾ കിടപ്പുണ്ട്. ഞാനിവരോട് പറഞ്ഞു ഈ പാനൽ നിങ്ങളൊന്ന് അഴിച്ച് കാണിച്ചിട്ട് പറഞ്ഞു എന്നാൽ പോലും ഇത് ഒരു ഇലക്ട്രിക് ഗേറ്റാണ് നിങ്ങളുടേത്, ഫുള്ളി ഇലക്ട്രിക്കാണ്. അപ്പം ഞങ്ങൾക്കിത് ഷെയ്ക്ക് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റത്തില്ല, അതിനകത്തൊന്നും കുത്തിക്കയറ്റാനും പറ്റത്തില്ല. കാരണം ആ ഡോറിന് വല്ലതും പറ്റിപ്പോയി അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അൺഫോർച്യുനേറ്റ്ലി ആ ഡോറിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലാസ് പിടിപ്പിച്ചു. പക്ഷേ ഇനി മാനുഫാക്ചർ എടുത്ത് കഴിയുമ്പോൾ അവരോട് പറയുക ഈ ഡോറിനകത്ത് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഡോർ അഴിച്ചിട്ട് സംഭവം ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് പിടിപ്പിച്ച് തരും, അത്രേ പറ്റൂ. പിന്നെ ഒരു ദിവസം 24 മണിക്കൂർ വണ്ടി നനയാൻ പാടില്ല എല്ലാം പറഞ്ഞ് പുള്ളി സിഗ്നേച്ചറൊക്കെ വാങ്ങിച്ചു. കുറേ സിഗ്നേച്ചേഴ്സൊക്കെ കൊടുത്തു. 2-3 സിഗ്നേച്ചർ കഴിഞ്ഞ് പുള്ളി പോയി. അങ്ങനെ വണ്ടി ശരിയാക്കി ഇട്ടിട്ടുണ്ട്. വണ്ടി ചിലപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ വയ്യാത്ത ഞങ്ങൾ വീട്ടിൽ ഇട്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ വണ്ടി കൊണ്ട് നമുക്ക് 24 മണിക്കൂറിന് ഓടിക്കാൻ പറ്റത്തില്ല. എൽസയുടെ വണ്ടി കൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയതാണ്. ഇന്ന് വന്നതാണ് രാവിലെ. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്നതാണ് ഈ ലെറ്റർ, കേസ് ക്ലോസ്ഡ്. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, കേസ് ക്ലോസ്ഡ്. അപ്പം അതിനകത്ത് അവർ പറയുന്നത് ഇതേ കാരണം തന്നെയാണ്. ഞങ്ങൾ ബോട്ട് വിട്ടു തരുമെന്ന് ചോദിച്ചു, ബോട്ട് വിട്ടതൊന്നും കൊണ്ടും ബോട്ട് ചെട്ടി അവിടെ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവിടെ കേസ് ക്ലോസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അത് വണ്ടി പോയാലും വള്ളം പോയാലും ഒക്കെ ഇത്രയേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഞാനതിന് അവരെ കുറ്റം പറയുമെന്നല്ല, പക്ഷേ അവരത് ചെയ്ത് ശീലിച്ചങ്ങ് അവർക്കത് പറയുന്ന ഒരു മടിയില്ലാതാണ് അവർ പറയുന്നത്. ഭയങ്കര കൂളാണ്. യെസ്, കേസ് ക്ലോസ്ഡ്, കഴിഞ്ഞു. എത്ര ലക്ഷത്തിന് നഷ്ടമാണെങ്കിലും. അതുകൊണ്ട് ബി അവെയർ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രൊസീജിയർ ഇതാണ്, നിങ്ങൾ എടുക്കേണ്ട ഇൻഷുറൻസുകൾ ഇതാണ്. അല്ലാതെ ഇൻഷുറൻസിനകത്ത് 2 പോണ്ടിൻ്റെ 3 പോണ്ടിൻ്റെ മാസ ലാഭം നോക്കി ഇത്തരം കളികൾ കളിക്കരുത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഭയങ്കരമാണ്. അപ്പോൾ എനിക്കിപ്പം ആ ക്യാമറ ബാഗിനകത്ത് സാധനങ്ങളുടെ നഷ്ടം സഹിച്ചാൽ മതി. പക്ഷേ എനിക്കതിനകത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വർക്കിന് പോകുന്ന ഇവൻറ്റുകൾ കവർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ലെൻസുകൾ പോയെന്ന് ഓർത്തിട്ട് എനിക്ക് ചായാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരു കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ലെൻസുകളുണ്ട്, സോണി മൗണ്ടുകൾ വേറെ ലെൻസുകളുണ്ട്. അപ്പോൾ എനിക്ക് ഇവൻറ്റുകൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് വേറെ ഡ്രോണുകളുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രോണിനും ഒരു കുഴപ്പമില്ല ഇവൻറ്റുകൾ കവർ ചെയ്യാൻ വേണ്ടി. പക്ഷേ പേഴ്സണലായിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ടിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ പോകുമ്പം എനിക്ക് ഉപയോഗിക്കാനായിട്ട് ഡിവൈസുകളില്ല, സമ്മതിക്കുന്നു.
പക്ഷേ അതൊരു DJയുടെ ഇൻഷുറൻസ് കവർ ചെയ്യുന്നതുകൊണ്ട് അതും എനിക്ക് കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള എൻ്റെ അവസ്ഥ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, മാസം 19 പൗണ്ടോ 20 പൗണ്ടോ കൊടുക്കുന്നൊരു നഷ്ടമല്ല എന്ന് മനസ്സിലാക്കുക. ഇൻഷുറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ UK's ലൈഫ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരുപാട് ഇരുട്ടായി. ഇനി ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ വീഡിയോസ് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി ബാക്കി ഇതിൻ്റെ പോലീസോ അല്ലെങ്കിൽ ഇൻഷുറൻസുകാരോ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിത് അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾറൈറ്റ്, താങ്ക് യു, ബൈ ബൈ. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകൾ ചോദിക്കുക, ഞങ്ങൾ പറയാം.